السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين. أما بعد. പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരികളെ, അബുദാബി ഇസ്ലാഹി സെൻറ്റർ, ആ സെൻറ്ററിൽ യൂത്ത് വിങ് സംഘടിപ്പിക്കുന്ന വിജ്ഞാനവേദിയിലെ ഒരു വൈജ്ഞാനിക സദസ്സിലാണ് അൽഹംദുലില്ലാ നാം ഓരോരുത്തരുമുള്ളത്. വളരെ പ്രധാനപ്പെട്ട, നമ്മുടെ സ്വർഗം നിർണയിക്കുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. നമ്മുടെ വിഷയം അഹ്ലുസുന്നത്തി വൽ ജമാഅ. അഹ്ലുസുന്നത്തി വൽ ജമാഅ. ഇൻഷാ അല്ലാഹ് എന്താണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ, എന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന് ചുരുങ്ങിയ സമയത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ലളിതമായി വിശദീകരിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സജീവമായ ശ്രദ്ധ ഈ സംസാരത്തിലുണ്ടാവണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അഹ്ലുസുന്ന എന്ന് പറഞ്ഞാൽ, അഹ്ല് എന്ന് പറഞ്ഞാൽ ആളുകൾ, അഹ്ല് എന്ന് പറഞ്ഞാൽ ആളുകൾ. സുന്ന, അഹ്ലുസുന്ന, അസുന്ന എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾക്കാണ് സുന്നത്ത് എന്ന് പറയുന്നത്. അപ്പോൾ സുന്നത്തിൻ്റെ ആളുകൾ. വൽ ജമാഅ, ജമാഅത്തിൻ്റെയും ആളുകൾ. അപ്പോൾ സുന്നത്തിൻ്റെയും ജമാഅത്തിൻ്റെയും ആളുകൾക്കാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത്. ഒന്നുകൂടി വിശദീകരിച്ചു പറഞ്ഞാൽ അസുന്ന, ഉലമാക്കൾ പറഞ്ഞു, ഹിയ മാ കാന അലൈഹി നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ ഇൽമി വൽ അമലി വൽ ഇഅ്തിഖാദ് വൽ ഹദി വസ്സുലൂക് വഹിയ കുല്ലു മാ ജാഅ ബിഹി അലൈഹി സ്വലാത്തു വസ്സലാം. അസുന്ന എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിവായും പ്രവൃത്തിയായും വിശ്വാസമായും പഠിപ്പിച്ച കാര്യങ്ങൾ. അറിവ്, പ്രവൃത്തി, വിശ്വാസപരമായ കാര്യങ്ങൾ. വൽ ഹദീ, സന്മാർഗം. വസ്സുലൂക്ക്, ഓരോന്നിലും സ്വീകരിക്കേണ്ടുന്ന നിലപാടുകൾ, സ്വഭാവങ്ങൾ. അതേപോലെ തന്നെ ഒന്നുകൂടി ജാമിആയി പറയുകയാണെങ്കിൽ വഹിയ കുല്ലു മാ ജാഅ ബിഹി അലൈഹി സ്വലാത്തു വസ്സലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്നതെന്തോ അതെല്ലാം അസുന്ന എന്നറിയപ്പെടും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ, നബിയുടെ പ്രവർത്തനങ്ങൾ, നബിയുടെ മറ്റു പെരുമാറ്റങ്ങൾ, വിശ്വാസരംഗത്തും കർമ്മരംഗത്തും ആചാര അനുഷ്ഠാന രംഗത്തും സ്വഭാവരംഗത്തും എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതിനെ എല്ലാം നാം എന്തു പറയുന്നു? അസുന്ന എന്ന് പറയുന്നു. അപ്പോൾ അഹ്ലുസുന്ന എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ വിഷയങ്ങളിലെല്ലാം ഫോളോ ചെയ്യുന്ന ആളുകൾക്കാണ് സുന്നത്തിൻ്റെ ആളുകൾ എന്ന് പറയുന്നത്. വിശ്വാസരംഗത്ത് നബി പഠിപ്പിച്ച വിശ്വാസം, കർമ്മരംഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കർമ്മങ്ങൾ, സ്വഭാവ സാംസ്കാരിക രംഗത്ത് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചത്. അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ എന്താണോ നമുക്ക് പഠിപ്പിച്ചത് അതിനെ അങ്ങനെ തന്നെ ഇത്തിബാ ചെയ്യുന്ന ആളുകൾക്കാണ് എന്ത് പറയുക? അഹ്ലു അസുന്ന, സുന്നത്തിൻ്റെ ആളുകൾ. പിന്നെ ഇവിടെ പറഞ്ഞ അൽ ജമാഅ, അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്നാണല്ലോ പറഞ്ഞത്. ആരാണ് ഈ ജമാഅത്ത്? സംഘം. ഭാഷയിൽ അതിന് സംഘം, കൂട്ടായ്മ എന്നൊക്കെയാണ് അർത്ഥം. അൽ ജമാഅ എന്ന് പറഞ്ഞാൽ ഉലമാക്കൾ പറയുന്നത് ഹും അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വമൻ തബിഅഹും ബിഇഹ്സാനിൻ വസാറ അലാ മൻഹജിഹിം വതരീഖതിഹിം.
ജമാഅത്ത് എന്ന് പറഞ്ഞാൽ അതിലാദ്യം വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ. പിന്നെ നല്ല നിലക്ക് ആ സ്വഹാബത്തിനെ ഫോളോ ചെയ്തവരെല്ലാം ആ അൽ ജമാഅയിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ ആരാണ് അതിൽ വരുന്നത്? സ്വഹാബികളാണ്. അപ്പോൾ അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ആ പ്രവാചകനിൽ നിന്ന് ദീന് പഠിച്ച സ്വഹാബത്തിൻ്റെയും ആളുകൾ. ക്ലിയർ ആണല്ലോ? അഹ്ലുസുന്നത്തി വൽ ജമാഅ. ശരി, അവിടെ ഒരു ചോദ്യമുണ്ടാകും, എന്തുകൊണ്ടാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആളുകൾക്ക് പ്രത്യേകത? എന്തിനാണ് നാം അവരെ തന്നെ ഫോളോ ചെയ്യണം എന്ന് പറയുന്നത്, അവരെ തന്നെ പിൻപറ്റണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ലളിതമായി മനസ്സിലാക്കാം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചിട്ടുള്ള വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആനിനെ മുറുകെ പിടിക്കാനാണ്. വഅതസിമൂ ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു. സൂറത്തു ആലു ഇമ്രാനിലെ ആയത്താണ്. വഅതസിമൂ, നിങ്ങൾ മുറുകെ പിടിക്കണം, ബിഹബ്ലില്ലാ, അള്ളാഹുവിൻ്റെ കയറിനെ, ജമീഅൻ, എല്ലാവരും, വലാ തഫറഖു, അതിൽ നിന്ന് നിങ്ങൾ ഭിന്നിക്കാൻ പാടില്ല, തെറ്റിപ്പോകാൻ പാടില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ ഹബ്ലിനെ, കയറിനെ മുറുകെ പിടിക്കണം. ഏതാണ് ഈ കയർ? ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുകയാണ്, കിതാബുല്ലാഹി ഹബുലുൻ മംദൂദുൻ മിനസ് സമാഇ ഇലൽ അർദ്. അള്ളാഹുവിൻ്റെ ഖുർആനാണ് ഈ കയർ. അത് മംദൂദുൻ മിനസ് സമാഇ ഇലൽ അർദ്, ആകാശത്തിൽ നിന്ന് അള്ളാഹു ഭൂമിയിലേക്ക് നമുക്ക് നീട്ടിയിട്ട് തന്ന കയറാണെന്ത്? കിതാബുല്ലാഹ്. അപ്പോൾ ഹബ്ലുൻ മംദൂദ് എന്ന് പറയുന്നത് എന്താണ്? കിതാബുല്ലാഹ്. അപ്പോൾ വഅതസിമൂ ബിഹബ്ലില്ലാ എന്ന് പറഞ്ഞാൽ എന്താണ്? പരിശുദ്ധ ഖുർആനിനെ നിങ്ങൾ മുറുകെ പിടിക്കണം, അതിൽ നിന്ന് ഭിന്നിച്ചു പോകുവാൻ പാടില്ല. ഇമാം തബറാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുഅ്ജമുസ് സഗീറിൽ ഉദ്ധരിക്കുന്നു, ഫഇന്ന ഹാദൽ ഖുർആന തറഫുഹു ബിയദില്ലാ വതറഫുഹു ബിഐദീകും ഫതമസ്സകൂ ബിഹി ഫഇന്നകും ലൻ തഹ്ലകൂ വലൻ തദില്ലൂ ബഅദഹു അബദാ. ഈ പരിശുദ്ധ ഖുർആൻ അതിൻ്റെ ഒരു അറ്റം അള്ളാഹുവിൻ്റെ കൈകളിലാണ്. ബിയദില്ല, ഖുർആനിൻ്റെ ഒരു അറ്റം അള്ളാഹുവിൻ്റെ കയ്യിലാണ്, മറ്റേ അറ്റം അത് നിങ്ങളുടെ കൈകളിൽ അള്ളാഹു ഏൽപ്പിച്ചിരിക്കുന്നു. ആരാണോ ആ കയറിനെ മുറുകെ പിടിക്കുന്നത്, ലൻ തഹ്ലകൂ, നിങ്ങൾ നശിച്ചു പോവുകയില്ല ഒരിക്കലും, വലൻ തദില്ലൂ ബഅദഹു അബദ, അതിനുശേഷം ഒരിക്കലും നിങ്ങൾ തെറ്റിപ്പോവില്ല. അപ്പോൾ ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നത് നമുക്ക് നാശമുണ്ടാവരുത്, നമ്മൾ തെറ്റിപ്പോകാനും പാടില്ല. അപ്പോൾ നശിക്കാതെ, വഴി തെറ്റിപ്പോകാതെ ശരിയായ റൂട്ടിലൂടെ അള്ളാഹുവിലേക്ക് എത്തണമെങ്കിൽ അള്ളാഹു ആകാശത്ത് നിന്ന് താഴേക്കിട്ട് തന്ന ഹബ്ലായ, കയറായ പരിശുദ്ധ ഖുർആനിനെ എല്ലാവരും മുറുക്കി പിടിക്കണം. ഒരു മലവെള്ളപ്പാച്ചിലിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരാൾക്ക് കയറിട്ട് കൊടുത്താൽ ആ കയറിൽ കയറി പിടിക്കൽ അയാൾക്ക് എത്രമാത്രം നിർബന്ധമാണോ അതിനേക്കാൾ പ്രാധാന്യമുള്ളതാണ് അന്ധവിശ്വാസങ്ങളുടെ, തെറ്റായ വിശ്വാസങ്ങളുടെ, അനാചാരങ്ങളുടെ, മറ്റു അധാർമികതകളുടെ മലവെള്ളപ്പാച്ചിലിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഖുർആനിനെ മുറുകെ പിടിച്ചേ മതിയാകൂ. ഈ കയറിനെ മുറുകെ പിടിച്ചാലേ നമുക്ക് ഈ വലിയ കുത്തൊഴുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. അതാണെന്ത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഗ്രന്ഥമായ പരിശുദ്ധ ഖുർആൻ. ഈ ഖുർആൻ എന്താണ്, അതിൻ്റെ ആശയം എന്താണ്, ഖുർആനിലൂടെ ഉദ്ദേശിക്കപ്പെടുന്ന വിശ്വാസ, ആചാര, അനുഷ്ഠാന, സ്വഭാവ, സംസ്കാരങ്ങൾ എന്താണ് എന്ന് നമ്മെ പഠിപ്പിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത വിശദീകരണത്തിനാണ് അസ്സുന്ന എന്ന് പറയുന്നത്.
അതുകൊണ്ട് തന്നെ ഖുർആനിനെ മുറുകെ പിടിച്ച് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുന്നത്തിനെ മുറുകെ പിടിക്കാതിരിക്കാൻ നിർവാഹമില്ല. എന്താണ് അതിൻ്റെ തെളിവ്? സൂറത്തു നഹ്ലിലെ 44 കാണാം, വഅൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം വലഅല്ലഹും യതഫക്കറൂൻ. നബിയെ, ഈ ദിക്റിനെ, ഈ ഖുർആനിനെ താങ്കൾക്ക് നാം അവതരിപ്പിച്ച് തന്നിരിക്കുന്നു. എന്തിനാണത്? ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം, ജനങ്ങളിലേക്ക് അവതരിപ്പിക്കപ്പെട്ടതിനെ താങ്കൾ എന്ത് വേണം? ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കണം. അപ്പോൾ പരിശുദ്ധ ഖുർആനിൻ്റെ വിശദീകരണം നിർവഹിക്കാൻ അള്ളാഹു ആരെയാണ് ഏൽപ്പിച്ചത്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. അതുകൊണ്ട് തന്നെ ഖുർആനിനെ മുറുകെ പിടിക്കുന്ന ഒരാൾക്ക് എന്തിനെ മുറുകെ പിടിക്കൽ നിർബന്ധമാണ്? സുന്നത്തിനെ മുറുകെ പിടിക്കൽ നിർബന്ധമാണ്. കാരണം ഖുർആനിന് വിശദീകരണം ആവശ്യമുണ്ടെന്ന് പറയുന്നത് ആരാണ്? അള്ളാഹുവാണ്. അത് വിശദീകരിക്കേണ്ടത് മുഹമ്മദ് നബിയാണ് എന്ന് പറയുന്നതും ആരാണ്? അള്ളാഹുവാണ്. അപ്പോൾ ഖുർആനിന് വിശദീകരണം ആവശ്യമുണ്ട്. ആ വിശദീകരണം മുഹമ്മദ് നബിയിലൂടെയാണ് നിർവഹിക്കപ്പെടുന്നതെങ്കിൽ ഈ ഒരു നീട്ടിയിടപ്പെട്ട കയറിനെ മുറുകെ പിടിക്കാൻ സുന്നത്തിനെ മുറുകെ പിടിക്കാതെ നിർവാഹമില്ല. അതുകൊണ്ടാണ് സൂറത്തു നിസായിലെ 59-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. മതപരമായ ഏത് വിഷയത്തിലും നിങ്ങൾക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ടെങ്കിൽ നിങ്ങളതിനെ അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടക്കണം. അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടക്കണം. കാരണം അവിടെയാണ് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുക. അള്ളാഹുവിലേക്ക് മടക്കുക എന്ന് പറഞ്ഞാൽ ഇലൽ ഖുർആൻ, റസൂലിലേക്ക് മടക്കുക എന്ന് പറഞ്ഞാൽ ഇല സുന്ന. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി അങ്ങനെയാണ് പറഞ്ഞത്. അള്ളാഹുവിലേക്ക് മടക്കുക എന്ന് പറഞ്ഞാൽ ഖുർആനിലേക്ക് മടക്കലാണ്. അതിലേക്ക് മടക്കിയാൽ മാത്രം മതിയായിരുന്നെങ്കിൽ ഫറുദ്ദൂഹു ഇലല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവസാനിപ്പിച്ചിട്ടില്ല. പിന്നെന്താ പറഞ്ഞത്? വ ഇലർ റസൂൽ, റസൂലിലേക്കും മടക്കണം. അപ്പോഴേ അത് ക്ലിയർ ആവുള്ളൂ. അപ്പോൾ പരിശുദ്ധ ഖുർആനിലേക്ക് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലേക്കും മടക്കണം. കാരണം എന്താണ് ഖുർആൻ എന്നത് മുഹമ്മദ് നബിയുടെ ജീവിതത്തിലൂടെയാണ് കിട്ടുക. ആയിഷ റളിയല്ലാഹു തആല അൻഹ ചോദിക്കപ്പെട്ടല്ലോ. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ അതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എന്താണ്, സ്വഭാവം എന്താണ്? വളരെ സിമ്പിളായൊരു മറുപടി, കാന ഖുലുഖുഹു അൽ ഖുർആൻ. നബിയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഖുർആനാണ്. അപ്പോൾ എന്താണ് ഖുർആൻ എന്നറിയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് നോക്കിയാൽ മതി. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് 5 വക്ത് എങ്ങനെയാണോ നമസ്കരിച്ചത് അതാണ് ഖുർആൻ. അള്ളാഹുവിൻ്റെ റസൂൽ എങ്ങനെയാണോ നോമ്പ് നോറ്റത്, ഖുർആനിൽ പറയുന്ന നോമ്പ് അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ ഹജ്ജ് ചെയ്തത്, ഖുർആനിൽ പറഞ്ഞ ഹജ്ജ് അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ ഉംറ നിർവഹിച്ചത്, ഖുർആനിൽ പറഞ്ഞ ആ ഉംറ ഇതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൻ്റെ ഏതെല്ലാം കാര്യങ്ങളുണ്ടോ, തൗഹീദ് അടക്കമുള്ള അഖീദാപരമായ വിശ്വാസപരമായ കാര്യങ്ങളും കർമ്മവും സ്വഭാവം അടക്കമുള്ള മുഴുവൻ കാര്യങ്ങളും നിങ്ങൾ നബിയിൽ എന്താണോ കണ്ടത് അത് ഖുർആനിൻ്റെ ഉള്ളടക്കമാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ മുറുകെ പിടിക്കാതെ ഒരാൾക്ക് ഖുർആനിനെ മുറുകെ പിടിക്കാൻ കഴിയില്ല. ഖുർആനിനെ മുറുകെ പിടിക്കാതെ ഒരാൾക്ക് രക്ഷപ്പെടാനും കഴിയില്ല. അതുകൊണ്ട് തന്നെ നാം അഹ്ലുസുന്നയുടെ ആളുകളാവണം. കാരണം സുന്നത്തിനെ മുറുകെ പിടിക്കുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് പരിശുദ്ധ ഖുർആനിനെ മുറുകെ പിടിക്കാൻ നമുക്ക് സാധിക്കുന്നത്. എന്നാൽ പിന്നെ അവിടെ മതിയാക്കിയാൽ പോരെ, പിന്നെന്തിനാണ് ഒരു വൽ ജമാഅ? അഹ്ലുസുന്ന മനസ്സിലായി, ഓക്കെ ശരി. പക്ഷെ അവിടെ എന്തിനാണ് ഒരു ജമാഅത്തിനെ പിന്നെ കൊണ്ടുവന്നത്? ആരാണ് ഈ ജമാഅത്ത്? സ്വഹാബത്താണ്. എന്തിനാണോ സ്വഹാബത്തിനെ അവിടെ കൊണ്ടുവന്നത്? നമ്മുടെ വക കൊണ്ടുവന്നതല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരു ഹബ്ലിനെയാണോ നമുക്ക് പരിചയപ്പെടുത്തിയത് ആ ഹബ്ലായ ഖുർആനിൽ അല്ലാഹു പറയുന്നു, നിങ്ങളുടെ വിശ്വാസവും കർമ്മങ്ങളും ശരിയാവണമെങ്കിൽ സ്വഹാബികളെ നിങ്ങൾ ഫോളോ ചെയ്യണം. വിശ്വാസരംഗത്തും കർമ്മരംഗത്തും. എവിടെയാണ് അതിന് തെളിവ്? സൂറത്തുൽ ബഖറയിലെ 137 നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വഹാബത്തിനോട് പറയുകയാണ്, ഫഇൻ ആമനു, അവർ വിശ്വസിച്ചാൽ. ആര്? സ്വഹാബികളല്ലാത്ത ഏതൊരാളും. ഏതുപോലെ വിശ്വസിച്ചാൽ? ബിമിസ്ലി മാ ആമൻതും ബിഹി, നിങ്ങൾ ഏതു രൂപത്തിലാണോ വിശ്വസിച്ചത് അതുപോലെ. ഫഖദ് ഇഹ്തദൗ, എങ്കിൽ അവർക്ക് സന്മാർഗം ലഭിക്കും. വഇൻ തവല്ലൗ,
എന്നാൽ സ്വഹാബികൾ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കാൻ തയ്യാറില്ലാതെ പിന്തിരിഞ്ഞാലോ ഫഇന്നമാ ഹും ഫീ ഷിഖാഖ്, എങ്കിൽ അവർ കക്ഷിത്വത്തിലായി പോകും, ഗ്രൂപ്പിസത്തിലായി പോകും. ഷിഖാഖ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പിസം, കക്ഷിത്വം. സ്വഹാബികൾ വിശ്വസിച്ചതുപോലെ വിശ്വസിച്ചാൽ അത് അൽ ജമാഅയാണ്. അതിൽ നിന്ന് തെന്നി മാറിയാൽ അത് ഫുർഖത്താണ്, അതാണ് ഷിഖാഖ്, കക്ഷിത്വമാണ്. വലാ തഫറഖൂ, ഭിന്നിക്കാൻ പാടില്ല. ഭിന്നിക്കാതിരിക്കാൻ എന്ത് വേണം? സ്വഹാബികൾ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കണം. സ്വഹാബികൾ എങ്ങനെയാണോ അള്ളാഹുവിൽ വിശ്വസിച്ചത്, സ്വഹാബികൾ എങ്ങനെയാണോ മലക്കുകളിൽ വിശ്വസിച്ചത്, സ്വഹാബികൾ എങ്ങനെയാണോ പ്രവാചകന്മാരിൽ വിശ്വസിച്ചത്, സ്വഹാബികൾ എങ്ങനെയാണോ ഖദറിൽ വിശ്വസിച്ചത്, സ്വഹാബികൾ എങ്ങനെയാണോ പരലോകത്തിൽ വിശ്വസിച്ചത്, സ്വഹാബികൾ എങ്ങനെയാണോ വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിച്ചത്, തുടങ്ങിയ സ്വഹാബികൾ ഏതെല്ലാം നിലക്ക് വിശ്വസിച്ചിട്ടുണ്ടോ അതേപോലെ എന്നാണ് പറഞ്ഞത്. ബിമിസ്ലിമ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ, സ്വഹാബത്തെ നിങ്ങൾ വിശ്വസിച്ചതുപോലെ മറ്റുള്ളവരും വിശ്വസിക്കണം. ഇത് വൽ ജമാഅ നിർബന്ധമാണ് എന്ന് കാണിക്കുന്നു ഈ ആയത്ത്. അതേപോലെ തന്നെ സൂറത്തുൻ നിസായിലെ 115-ാമത്തെ ആയത്ത് നോക്കൂ. വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ, സന്മാർഗം വ്യക്തമായതിന് ശേഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആരെങ്കിലും എതിര് പ്രവർത്തിച്ചാൽ, അതിൻ്റെ കൂടെ തന്നെ പറഞ്ഞു, അവിടെ മതിയാക്കിയില്ല അല്ലാഹു. നബിയിൽ നിന്ന് ഒരു മാർഗം സ്ഥിരപ്പെട്ടാൽ അതിനോട് എതിര് നിൽക്കുന്നവർ എന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാതെ ഹബ്ലുല്ലാഹ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കിതാബുള്ളയിൽ എന്താണുള്ളത്? വയത്തബിഉ ഗൈറ സബീലിൽ മുഅ്മിനീൻ, മുഅ്മിനുകളുടേതല്ലാത്ത മാർഗം സ്വീകരിക്കുകയും ചെയ്താൽ നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം വസാഅത് മസീറ, അവർ തിരിഞ്ഞിടത്തേക്ക് അവരെ നാം തിരിച്ചുവിടും, അവരെ നാം നരകത്തിലിട്ട് കരിക്കുന്നതാണ്. അതെത്ര മോശമായ സ്ഥലം എന്നാണ്. അപ്പോൾ ഇവിടെ മുഅ്മിനുകളുടേതല്ലാത്ത മാർഗം എന്ന് പറഞ്ഞു. ഈ ആയത്ത് അവതരിപ്പിക്കപ്പെടുമ്പോഴുള്ള മുഅ്മിനുകൾ ആരാണ്? സ്വഹാബികളാണ്. ലാ ശക്ക ഫീ, അതിലൊരു സംശയവും വേണ്ട. അള്ളാഹു മുഅ്മിനുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടപ്പോൾ അവിടെയുള്ള മുഅ്മിനുകൾ ആരാണ്? സ്വഹാബികളാണ്. അഥവാ സ്വഹാബികളുടേതല്ലാത്ത ഒരു മാർഗം സ്വീകരിച്ചാൽ. എന്തുകൊണ്ടാണ് സ്വഹാബികളുടെ മാർഗം സ്വീകരിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? സൂറത്തു ആലി ഇംറാനിലെ 110 അല്ലാഹു അത് പറയുന്നുണ്ട്. കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട ഉത്തമ സമൂഹം നിങ്ങളാകുന്നു. ഇവിടെ കുൻതും എന്ന് പറഞ്ഞത് ആരെ അഭിസംബോധന ചെയ്തിട്ടാണ്? സ്വഹാബികളെ. പിന്നെ ആ സ്വഹാബികളെ പിൻപറ്റിയ എല്ലാ വിശ്വാസികളും അതിൽപ്പെടും. പക്ഷേ ഈ പ്രഥമമായി ഈ ആയത്തിറങ്ങിയപ്പോൾ കുൻതും എന്ന് പറഞ്ഞത് ആരെക്കുറിച്ചാണ്? സ്വഹാബത്തിനെ കുറിച്ചാണ്. ഖൈറ ഉമ്മ എന്നാണ്. ഉമ്മത്തിൽ വെച്ച് ഏറ്റവും ഖൈറായത്, ഉഖ്രിജത് ലിന്നാസ്, മറ്റു ജനങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ മറ്റു ജനങ്ങൾക്ക് മാതൃക ആരാണ്? ഈ ഖൈറു ഉമ്മത്താണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഖൈറുൻ നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. നൂറ്റാണ്ടുകളിൽ വെച്ച് ഏറ്റവും നല്ല തലമുറ, തലമുറയിൽ വെച്ച് ഏറ്റവും നല്ല തലമുറ എൻ്റെ തലമുറയാണ്, സ്വഹാബത്താണ്. പിന്നെ അവരെ ഫോളോ ചെയ്ത് വരുന്ന താബിഈങ്ങളാണ്, പിന്നെ അവരെ ഫോളോ ചെയ്ത് വരുന്ന തബഉ താബിഈങ്ങളാണ്. അപ്പോൾ അതിൽ പ്രഥമമായി ഗണിക്കപ്പെടുന്നത് സ്വഹാബത്താണ്. അവർ ഉത്തമരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കി തരുന്നു. മാത്രമല്ല, താഴ്ഭാഗങ്ങളിലൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകളിൽ പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്നവർ സ്വഹാബത്തിനെ പിൻപറ്റാതെ അതിന് സാധ്യമല്ലെന്നുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. സൂറത്തു തൗബയിലെ 100-ാമത്തെ ആയത്തിൽ നമുക്കത് കാണാം. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറദു അൻ. ഇസ്ലാമിലേക്ക് ആദ്യമായി കടന്നു വന്ന മുഹാജിറുകളും അൻസാറുകളും ഹുമുസ് സ്വഹാബ, അവരാണ് സ്വഹാബികൾ. മുഹാജിറുകളും അൻസാറുകളും. വല്ലദീന തബഊഹും ബിഇഹ്സാൻ, നോക്കൂ, വല്ലദീന തബഊഹും ബിഇഹ്സാൻ, അവരെ നല്ല നിലക്ക് ഫോളോ ചെയ്തവരും. ആരെ? ഈ ലമീർ അങ്ങോട്ടാ മടങ്ങിയത്? സ്വഹാബത്തിലേക്കാണ്. സ്വഹാബികളെ ഇത്തിബാഅ് ചെയ്യുക, ഇതാരുടെ വാക്കാണ്? ഏതെങ്കിലും ഒരു പ്രസ്ഥാനം കണ്ടുപിടിച്ച് പറയുന്നതല്ല, അള്ളാഹു പറയാണ്. സ്വഹാബത്തിനെ പിൻപറ്റിയാൽ, കാരണം റളിയല്ലാഹു അൻഹും വറദു അൻ, സ്വഹാബത്തിനെ അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു, സ്വഹാബികൾ അള്ളാഹുവിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല, ഇവിടെ തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞത് പ്രഥമ ദൃഷ്ട്യാ
സ്വഹാബത്തിനെ ഇത്തിബാഇ ചെയ്തവരെ അള്ളാഹു തൃപ്തിപ്പെട്ടു എന്നാണ്. അപ്പൊ സ്വഹാബത്തിന്റെ കാര്യം പറയേണ്ടതുണ്ടോ? സുബ്ഹാനല്ലാഹ്. സ്വഹാബികളെ ഫോളോ ചെയ്യുന്നവരെ അള്ളാഹു തൃപ്തിപ്പെടും. അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടവർ സ്വഹാബത്തിനെ ഫോളോ ചെയ്യും. രണ്ടും അതിൽ നിന്ന് ലഭിക്കും. റളിയല്ലാഹു അൻഹും വറദു അൻ. അവർ അള്ളാഹുവിനെ കുറിച്ച് തൃപ്തിപ്പെട്ടു, അതുകൊണ്ട് തന്നെ അവർ സ്വഹാബത്തിന്റെ മൻഹജിനെ പിൻപറ്റും. അപ്പോൾ സ്വഹാബത്തിനെ പിൻപറ്റുന്നവരെ പോലും അള്ളാഹു തൃപ്തിപ്പെടുമെങ്കിൽ പിന്നെ സ്വഹാബത്തിന്റെ കാര്യം പറയേണ്ടതില്ല. അവർക്കാകുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആല വഅഅദ്ദ ലഹും ജന്നാത്തിൻ തജ്രി തഹ്തഹൽ അൻഹാറു ഖാലിദീന ഫീഹാ അബദ ദാലികൽ ഫൗസുൽ അളീം. താഴ്ഭാഗങ്ങളിലൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകൾ അവർക്ക് വേണ്ടി നാം തയ്യാറാക്കി വെച്ചിരിക്കുന്നു. അവർ അവിടെ നിത്യവാസികളാണ്. ഏറ്റവും വലിയ വിജയവും അതാണ്. എങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, താഴ്ഭാഗങ്ങളിലൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പാണ് ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നതെങ്കിൽ, ഏറ്റവും വമ്പിച്ച മഹത്തായ വിജയമാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, സ്വഹാബത്തിനെ നല്ല നിലക്ക് ഇത്തിബാഇ ചെയ്യണം. അൽ ജമാഅ അവരാണ്. കാരണം അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളാണ്. ആ പ്രവാചകന്റെ കൂട്ടുകാരായി അള്ളാഹു തെരഞ്ഞെടുത്തവരാണ്. അതുകൊണ്ടാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ, ആ സുന്നത്തിൻ്റെയും ജമാഅത്തിൻ്റെയും ആളുകൾ, അവരെ പിന്തുടരുന്നവർ, അവർക്കേ രക്ഷയുള്ളൂ എന്ന് പറയാനുള്ള കാരണം. ഈ പറഞ്ഞ ആശയം വളരെ ക്രിസ്റ്റൽ ക്ലിയറായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മുആവിയ ഇബ്നു അബി സുഫിയാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു ഖുതുബയിൽ ഞങ്ങളോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? അല ഇന്ന മൻ ഖബ്ലകും മിൻ അഹ്ലിൽ കിതാബി ഇഫ്തറഖു അലാ 72 മില്ല. നിങ്ങൾക്ക് മുമ്പുള്ള വേദക്കാരായ ആളുകൾ 72 ഗ്രൂപ്പുകളായി, കക്ഷികളായി, മില്ലത്തുകളായി പിരിഞ്ഞിട്ടുണ്ട്. ഇവിടെ മില്ലത്ത് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം. ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ സംഘടനയെ മനസ്സിൽ കൊണ്ടുവരരുത്, അതല്ല ഇവിടെ ഉദ്ദേശം. മില്ലത്ത് എന്ന് പറഞ്ഞാൽ പ്രത്യേകമായ ആദർശവും മൻഹജുമുള്ള ടീമിനാണ് മില്ലത്ത് എന്ന് പറയുന്നത്. ആ പ്രത്യേക ആദർശവും മൻഹജും ഉള്ളവർക്ക് ഒരു പക്ഷേ 100 സംഘടന ഉണ്ടാവും. ഇവിടെ ഉദ്ദേശം ഒരു നിശ്ചിതമായ അഖീദയും ഒരു നിശ്ചിതമായ മൻഹജും വെച്ച് പുലർത്തുന്നവർ. ആ നിലക്ക് എൻ്റെ ഉമ്മത്തിനെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വ ഇന്ന ഹാദിഹി അൽ മില്ലത സതഫ്തരിഖു അലാ 73. ഈ മില്ലത്ത് അഥവാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് 73 കക്ഷികളായി പിരിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, 72 ഫിന്നാർ. 72 നരകത്തിലാണ്. 72ഉം നരകത്തിലാണ്. വവാഹിദത്തുൻ ഫിൽ ജന്ന. ഒന്ന് മാത്രമാണ് സ്വർഗത്തിൽ. ഒന്ന് മാത്രമാണ് സ്വർഗത്തിൽ. ഇത് സ്ഥിരപ്പെട്ട ഹദീസാണ്. ശ്രദ്ധിക്കൂ പ്രിയപ്പെട്ടവരെ, ഒരു കക്ഷി മാത്രമാണ് സ്വർഗത്തിൽ, അതല്ലാത്തതെല്ലാം നരകത്തിലാണെന്ന് പറയുമ്പോൾ അത് ചെറിയ കാര്യമല്ലല്ലോ, ഗൗരവമുള്ള വിഷയമല്ലേ. കാരണം ഇതിലേതെങ്കിലും ഒന്നിൽ പെട്ടുപോയാൽ അവസ്ഥ എന്താണ്? ഇതിലേതെങ്കിലും ഒന്ന് പെട്ടുപോയാൽ ദുനിയാവിലുള്ള ഒരു വിഷയമല്ല ഇത്, നരകത്തിൻ്റെ വിഷയമാണ്. നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടും. അപ്പോൾ പിന്നെ സ്വർഗത്തിൽ പോകുന്ന കക്ഷി ഒന്നാണ്. നോക്കൂ നിങ്ങൾ, 72 വാതിലുകളുള്ള ഒരു കെട്ടിടത്തിൽ, അതിൽ 73 വാതിലുകളുള്ള ഒരു കെട്ടിടത്തിൽ ഒന്ന് മാത്രമാണ് സ്വർഗത്തിലേക്കുള്ള വാതിൽ. ബാക്കിയെല്ലാം 72ഉം നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന വാതിലാണെങ്കിൽ എത്രമാത്രം സൂക്ഷ്മത അതിൽ നമുക്ക് വേണം. തിരിച്ച് ഇറങ്ങാൻ, ബാക്കെടുക്കാൻ ഒരു ചാൻസ് കൂടി ഇല്ലെങ്കിലോ, ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ റിവേഴ്സിന് ഒരു ചാൻസ് ഇല്ലാത്തൊരവസ്ഥയാണെങ്കിൽ ഈ സ്വർഗത്തിലേക്ക് മാത്രം പോകുന്ന ഈ വാതിലിലൂടെ പ്രവേശിക്കുക എന്നത് വളരെ പ്രാധാന്യമർഹിക്കുന്ന വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, അല്ലാഹുവിൻ്റെ റസൂലേ, നിങ്ങൾ പറഞ്ഞ വാഹിദത്തുൻ ഫിൽ ജന്ന എന്ന് പറഞ്ഞല്ലോ, ആരാണവർ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, അൽ ജമാഅ വഹിയ അൽ ജമാഅ. അത് അൽ ജമാഅയാണ്. അല്ലദീന ഇജ്തമഉ അലൽ ഹഖ്. അൽ ജമാഅ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഒരുമിച്ചവർ. സത്യത്തിൽ ഒരുമിച്ചവർക്കാണ് അൽ ജമാഅ എന്ന് പറയുന്നത്. അപ്പോൾ സത്യത്തിൽ ഒരുമിച്ച സ്വഹാബത്തും അവരെ പിന്തുടർന്നവർ അടക്കമുള്ള ആ
അൽ ജമാഅക്കാണ് സ്വർഗത്തിൽ പോകാൻ കഴിയുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഇമാം ഹാക്കിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ അൽ മുസ്തദറക്കിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ ഒന്നുകൂടി നമുക്ക് കാണാം, മൽ വാഹിദ, ആ ഏക കക്ഷി ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, മാ അന അലൈഹിൽ യൗമ, ഇന്നേ ദിവസം ഞാൻ എന്തൊരു നിലപാടിലാണോ ഉള്ളത്, വിശ്വാസപരം, കർമ്മപരം, മറ്റേതെല്ലാം വിഷയങ്ങളുണ്ടോ ആ വിഷയത്തിൽ ഞാൻ എന്തൊരവസ്ഥയിലാണോ ഉള്ളത് അതിനെ ഫോളോ ചെയ്യുന്നവർ, ഇതിനാണ് അസ്സുന്ന എന്ന് പറയുന്നത്. ആ ആളുകൾക്കാണ് അഹ്ലുസുന്ന എന്ന് പറയുന്നത്. അവിടെ നിർത്തിയില്ല, പിന്നെയോ വ അസ്ഹാബി, എൻ്റെ സ്വഹാബത്ത് എന്ത് നിലപാടാണോ സ്വീകരിച്ചത് ആ നിലപാട് സ്വീകരിക്കുന്നവർ. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ഇഷ്ടപ്രകാരം സംസാരിക്കൂല. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ വെറുതെ പറഞ്ഞതല്ല, വഹയിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ്. അവിടെ എൻ്റെ ചര്യയെ പിന്തുടരുന്നവർ എന്ന് പറഞ്ഞ് നിർത്തിയില്ല, മറിച്ചു മാ അന അലൈഹിൽ യൗമ വ അസ്ഹാബി, എൻ്റെ സ്വഹാബത്തും ഏത് മൻഹജിലാണോ ഉള്ളത് ആ മൻഹജ് സ്വീകരിക്കണം. അതിനാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ ഹദീസിലുള്ളത് ഹിയ അൽ ജമാഅ എന്ന് പറഞ്ഞു, ഇവിടെ പറയുന്നത് അസ്ഹാബി. അപ്പോൾ അൽ ജമാഅ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എന്താണ് അർത്ഥം? അസ്ഹാബു റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്താണ് ഉദ്ദേശം. അപ്പോൾ വളരെ ക്ലിയറാണ്, അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന് പറഞ്ഞാൽ സുന്നത്തിൻ്റെയും സ്വഹാബത്തിൻ്റെ മൻഹജിൻ്റെയും ആളുകളാണവർ. അതുകൊണ്ട് ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെയും സ്വഹാബത്തിൻ്റെ മൻഹജിനെയും പിന്തുടരുന്ന ആളുകളായിരിക്കണം യഥാർത്ഥ വിശ്വാസികൾ. അവർക്കാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത്. അവർക്ക് മാത്രമാണ് സ്വർഗം ലഭിക്കുക എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യക്തമാക്കിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മുടെ മേൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമുണ്ട്. എന്താണ് ആ ഉത്തരവാദിത്തം? ആ അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്താണ് എന്ന് വളരെ കൃത്യമായി നാം പഠിച്ച് മനസ്സിലാക്കി വെക്കണം. അതിൻ്റെ പ്രത്യേകതകൾ എന്താണ്, അതിൻ്റെ വിശേഷണങ്ങൾ എന്താണ് എന്ന് നാം മനസ്സിലാക്കണം. ഇൻഷാ അള്ളാഹ് സമയം അനുവദിക്കുകയാണെങ്കിൽ 10 പോയിന്റുകൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ വേർതിരിക്കുന്ന, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ പ്രത്യേകതയായി പഠിപ്പിക്കപ്പെട്ട ധാരാളം സിഫാത്തുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 10 ഞാൻ സൂചിപ്പിക്കാം. ഈ 10 ഗുണങ്ങൾ ഉള്ളവരാണോ നമ്മൾ എന്ന് പരിശോധിക്കണം. അതിൽ ഒന്നാമത്തത്, നബിയുടെ സുന്നത്തും സ്വഹാബത്തിൻ്റെ മൻഹജും ഇതിനെ ഫോളോ ചെയ്താലാണ് വിജയിക്കാൻ പറ്റുന്നതെങ്കിൽ ആദ്യം തന്നെ വേണ്ടത് എന്താണ്? ഇതെന്താണെന്ന് പഠിച്ച് മനസ്സിലാക്കുകയാണ് വേണ്ടത്. അഹ്ലുസുന്നയുടെ ആളുകളുടെ പ്രത്യേകത, അറിവിനോടുള്ള അമിതമായ ആഗ്രഹം അവർക്കുണ്ടാവണം. ഇൽമ് നേടുക എന്ന് പറഞ്ഞാൽ പണ്ഡിതനാവുന്ന ഒരു പ്രോസസ്സിൻ്റെ പേരല്ല, സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. ഇൽമ് നേടുക എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴി തേടുക എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന. അറിവന്വേഷിച്ച് നിങ്ങളൊരു വഴിയിൽ ഇറങ്ങി പുറപ്പെട്ടാൽ നിങ്ങളുടെ സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി തീർക്കും. ഇൽമില്ലെങ്കിലോ അതത്ര എളുപ്പമല്ല എന്നർത്ഥം. ശ്രദ്ധിക്കുക, സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാവണമെങ്കിൽ അറിവിൻ്റെ വഴിയിൽ ഇറങ്ങി പുറപ്പെടണം, വിജ്ഞാനം നേടണം, അന്വേഷിക്കണം, പഠിക്കണം. ആരാണോ സ്വഹാബികൾ, എന്തായിരുന്നു നബിയുടെ ചര്യകൾ, എന്താണ് ഹദീസ്, എന്താണ് സലഫുകളുടെ മൻഹജ്. അത് വീട്ടിലിരുന്ന് വെറുതെ ഇരുന്നാൽ കിട്ടുന്നതല്ല, റാഹത്തുൽ ജസദ് കൊണ്ട് കിട്ടുന്നതല്ല, അന്വേഷിച്ചിറങ്ങണം. മഹാനായ അശ്ശൈഖുൽ അല്ലാമ സാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, വല്ലദീന തബഉഹും ബി ഇഹ്സാൻ, സ്വഹാബത്തിനെ നല്ല നിലയ്ക്ക് ഇത്തിബാഇ ചെയ്താൽ അവർക്കാണ് വിജയിക്കാൻ പറ്റുക എന്ന് ഖുർആനിലുണ്ടല്ലോ. അദ്ദേഹം പറഞ്ഞു യഅനി ബി ഇത്ഖാൻ. ഇവിടെ ഇഹ്സാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്ഖാൻ എന്ന് പറഞ്ഞാൽ പഠിച്ചറിഞ്ഞ് മനസ്സിലാക്കി ഫോളോ ചെയ്യുക, അല്ലാതെ അവകാശവാദമല്ല. ഞാൻ അഹ്ലുസുന്നയാണ്, ഞാൻ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആളാണ്, ഞാൻ സലഫുകളുടെ മൻഹജ് പിൻപറ്റുന്ന ആളാണ്, ഞാൻ സലഫിയാണ് എന്നത് കേവലം അവകാശവാദത്തിൽ ഒതുങ്ങാൻ പാടില്ല. മറിച്ച് അദ്ദേഹം പറയുകയാണ്, വലാ യുംകിനു ഇത്തിബാഉഹും ബി ഇഹ്സാനിൻ ഇല്ലാ ബി തഅല്ലുമി മദ്ഹബിഹിം വമൻഹജിഹിം വമാ യസിറൂന അലൈഹി. സ്വഹാബത്തിൻ്റെ മൻഹജിനെ നല്ല നിലക്ക് പിൻപറ്റണമെങ്കിൽ അവരുടെ മൻഹജ് എന്താണെന്ന് പഠിക്കാതെ നിർവാഹമല്ല. അള്ളാഹുവിൽ എങ്ങനെയാണോ വിശ്വസിക്കേണ്ടത് എന്നത് സ്വഹാബികൾ എങ്ങനെയാണോ വിശ്വസിച്ചത് അങ്ങനെ വിശ്വസിക്കാതെ നിർവാഹമില്ല.
അപ്പോൾ സ്വഹാബികൾ ആ വിഷയം എങ്ങനെ മനസ്സിലാക്കി എന്ന് പഠിക്കൽ അനിവാര്യമാണ്. അവരുടെ മൻഹജ് മനസ്സിലാക്കൽ അനിവാര്യമാണ്. വഅമ്മാ മുജറദുൽ ഇൻതിസാബി ഇല സലഫി വസ്സലഫിയ്യ മിൻ ഗൈരി മഅരിഫത്തിൻ ബിഹാ വബിമൻഹജിഹാ ഫഹാദാ ലാ യൻഫഉ ശൈഅ ബൽ ഖദ് യദുറു ലാ ബുദ്ദ മിൻ മഅരിഫത്തി മൻഹജി സലഫി സ്വാലിഹ്. അദ്ദേഹം പറയുകയാണ്, ഇതൊന്നും പഠിക്കാതെ ഞാൻ സലഫിയാണെന്ന് പറയൽ ഉപകാരമല്ല, ഉപദ്രവമാണ് ഉണ്ടാക്കുക. കാരണം ഒരു വ്യക്തി പറയാണ് ഞാൻ അഹ്ലുസുന്നൻ്റെ ആളാണ്, എന്നിട്ട് അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നു, അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് റഹ്മാനായ റബ്ബിൻ്റെ സിഫാത്തുകൾ വകവെച്ചു കൊടുക്കുന്നു, ബിദ്അത്തുകൾ ഉണ്ടാക്കുന്നു, ഖുറാഫാത്തുകൾ ഉണ്ടാക്കുന്നു, എന്നിട്ട് ഞാൻ സുന്നിയാണ് എന്ന് പറയുന്നു. അവർ അശറായ ആളുകളാണ്, ഏറ്റവും ഷറായ ആളുകളാണ്. അതേപോലെ തന്നെ ഞാൻ അഹ്ലുസുന്നയുടെ മൻഹജ് പിൻപറ്റുന്ന ആളുകളാണെന്ന് പറയുകയും എന്നാൽ സ്വഹാബത്തിൻ്റെയോ താബിയങ്ങളുടെയോ ഈ ഉമ്മത്തിലെ സലഫുകളുടെയോ മൻഹജ് എന്താണ് എന്ന് പഠിക്കാതെ ഞാൻ സലഫിയാണ് എന്ന് പറഞ്ഞു നടക്കുകയും ഇതിനൊക്കെ വിരുദ്ധമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾ, അത്തരം ആളുകൾ തെറ്റായ ഒരു മെസ്സേജാണ് സമൂഹത്തിന് നൽകുന്നത്. ഇങ്ങനെയായിരുന്നു സ്വഹാബികൾ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അതുകൊണ്ട് സലഫുകളുടെ മൻഹജ് പഠിച്ചറിഞ്ഞ് പ്രാവർത്തികമാക്കാൻ കഴിയാത്തവർ തൽക്കാലം ആ പേരുകൾ പറയാതിരിക്കലാണ് ഖൈർ. ഇല്ല എങ്കിൽ അവർ സമൂഹത്തിന് വലിയ ഉപദ്രവമുണ്ടാക്കുമെന്ന് ഷെയ്ഖ് സാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ല പറയുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്താണ് എന്ന് പഠിക്കണം. ആലിമീങ്ങളിൽ നിന്ന് പഠിക്കണം, പണ്ഡിതന്മാരിൽ നിന്ന് പഠിച്ച് മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അമ്പിയാക്കൾക്ക് ശേഷം ഇൽമു പഠിക്കാനുള്ള മസ്ദറായി നിശ്ചയിച്ചത് ഗ്രന്ഥങ്ങളെയല്ല, ആലിമീങ്ങളെയാണ്. ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ളവരും അറിവില്ലാത്തവരും ഒരുപോലെയാണോ? അല്ല. ആലിമീങ്ങളും ആലിമുകളല്ലാത്തവരും ഒരുപോലെയല്ല. ഇന്നൽ ഉലമാഅ വറസത്തുൽ അംബിയാ. പണ്ഡിതന്മാർ അമ്പിയാക്കളുടെ അനന്തരാവകാശികളാണ്. പണ്ഡിതന്മാർ മരണപ്പെട്ടാൽ ഇൽമു പഠിക്കേണ്ട മസ്ദറുകൾ, സ്രോതസ് എന്ന് പറയുന്നത് ആരാണ്? ആലിമീങ്ങളാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരിൽ നിന്ന് തന്നെ പഠിക്കണം, കേട്ടുകേൾവിയിൽ നിന്നല്ല പഠിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഒരു കാലഘട്ടം വരും, ആ കാലഘട്ടത്തിൽ അറിവ് ഉയർത്തപ്പെടും. എങ്ങനെയാണ് അറിവ് ഉയർത്തപ്പെടുന്നത്? പുസ്തകങ്ങളും ഗ്രന്ഥങ്ങളും ഒക്കെ ലൈബ്രറിയിൽ നിന്ന് അപ്രത്യക്ഷമാവിക്കൊണ്ടല്ല, മറിച്ച് ഇന്നല്ലാഹ ലാ യഖ്ബിദുൽ ഇൽമ ഇൻതിസാഅൻ യൻതസിഉഹു മിനൽ ഇബാദ് വലാകിൻ യഖ്ബിദുൽ ഇൽമ ബിഖബ്ദിൽ ഉലമാ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വാക്കുകളാ, വഹീൻ്റെ അടിസ്ഥാനത്തിലുള്ള വാക്കുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അള്ളാഹു ഇൽമിനെ നിങ്ങളിൽ നിന്ന്, നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പെട്ടെന്ന് അങ്ങ് എടുത്തു കൊണ്ടുപോകില്ല. ഗ്രന്ഥങ്ങളിൽ നിന്ന്, മുസ്ഹഫിൽ നിന്ന് അതിൻ്റെ ആയത്തുകൾ മാഞ്ഞു പോവുക, ഗ്രന്ഥങ്ങളിൽ നിന്ന് അതിലെ അക്ഷരങ്ങൾ മാഞ്ഞു പോവുക, അല്ലെങ്കിൽ ഗ്രന്ഥങ്ങൾ തന്നെ അപ്പാടെ ഉയർത്തപ്പെടുക, അങ്ങനെയൊന്നും സംഭവിക്കൂല. പിന്നെ എങ്ങനെയാണ് ഇൽമു ഉയർന്നു പോകുന്നത്? വലാകിൻ യഖ്ബിദുൽ ഇൽമ ബിഖബ്ദിൽ ഉലമാ. പണ്ഡിതന്മാർ മരിക്കുമ്പോഴാണ് ഇൽമു ഉയർത്തപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ ഗ്രന്ഥങ്ങളിലുള്ള ഇൽമല്ല, പഠിച്ച ആലിമീങ്ങളിൽ നിന്നുള്ള ഇൽമാണ് പ്രധാനം. കാരണം ഒരു ഇൽമു മനസ്സിലാക്കാനുള്ള സ്രോതസ്, ഒരറിവ് മനസ്സിലാക്കാനുള്ള സ്രോതസ് പണ്ഡിതന്മാരാണ്, ആലിമീങ്ങളാണ്. അവർക്കാണ് ഖുർആനിലും ഹദീസിലും അവഗാഹമുള്ളത്. ഖുർആനിലും ഹദീസിലും അവഗാഹമുള്ള പണ്ഡിതന്മാർ മനസ്സിലാക്കി തരുന്ന ഇൽമിൽ നിന്ന് വേണം നിങ്ങൾ യഥാർത്ഥ മൻഹജിനെ മനസ്സിലാക്കാൻ. ഇല്ലെങ്കിൽ ഒരാൾ ഖുർആൻ ഓതി അയാളുടെ ഇഷ്ടത്തിന് അർത്ഥം പറയും, ഒരാൾ ഹദീസ് പറഞ്ഞ് അയാളുടെ ഇഷ്ടത്തിന് അർത്ഥം പറയും, പണ്ഡിതന്മാരുടെ അല്ലെങ്കിൽ സ്വഹാബത്തിൻ്റെ ഒരു കൗല് പറഞ്ഞ് അയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കും. ഏതെങ്കിലും ഒരു ആലിമിൻ്റെ കിതാബിൽ നിന്നൊരു ഇബാറത്ത് വായിച്ച് അയാളുടെ താല്പര്യമോ അയാളുടെ പ്രസ്ഥാനത്തിൻ്റെ താല്പര്യമോ അനുസരിച്ച് അയാൾ വ്യാഖ്യാനിക്കും. ഇതുണ്ടാവാൻ പാടില്ല. അതുണ്ടാവാൻ പാടില്ലെങ്കിൽ ഇവരിലേക്കൊന്നും ചേർത്ത് പറയപ്പെടാത്ത അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിലേക്ക് മാത്രം ചേർത്ത് പറയുന്ന ഒരു കക്ഷിത്വത്തിൻ്റെ ആളുകളിലേക്കും ചായ്വ് കാണിക്കാത്ത അഹ്ലുസുന്നയുടെ യഥാർത്ഥ പണ്ഡിതന്മാരിൽ നിന്ന് ദീന് പഠിക്കണം, അവരിലേക്ക് മടങ്ങണം. ഇന്നൽ ഉലമാഅ വറസത്തുൽ അംബിയാ. ഉലമാക്കൾ അമ്പിയാക്കളുടെ വിറാസത്തുള്ളവരാണ്. അതുകൊണ്ട് പണ്ഡിതന്മാരിൽ നിന്ന് ഈ മൻഹജ് എന്താണെന്ന് പഠിച്ചിരിക്കണം. ഇല്ലെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയില്ല. മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യാൻ പറ്റില്ല, ഫോളോ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ രക്ഷപ്പെടാനും പറ്റില്ല. ശ്രദ്ധിക്കുക. അപ്പോൾ ഒന്നാമത്തത് അറിവിനോടുള്ള അടങ്ങാത്ത താല്പര്യമുണ്ടാകണം. ഓരോ ഇൽമും നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം. കാരണം ഓരോ അറിവും പ്രകാശമാണ്, അത് ഇരുട്ടിനെ ഇല്ലാതെയാക്കുന്നു. ഓരോ അറിവും വെളിച്ചമാണ്, ആ ഓരോ അറിവും ഇരുട്ടിനെ ഇല്ലാതെയാക്കുന്നു.
രണ്ടാമത്തത് സുന്നത്തിനെ ഫോളോ ചെയ്യുകയും ബിദ്അത്തിനെ ഒഴിവാക്കുകയും വേണം. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്ന്, അവർ സുന്നത്തിനെ ഫോളോ ചെയ്യുന്നു, ബിദ്അത്തിനെ ഒഴിവാക്കുകയും ചെയ്യുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്പോഴും തൻ്റെ ഖുതുബത്തുൽ ഹാജയിൽ സൂചിപ്പിക്കാറുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹംദും സ്വലാത്തിനുമെല്ലാം ശേഷം പ്രവാചകൻ പറയും, ഫഇന്ന അസ്ദഖൽ ഹദീസ് കിതാബുല്ലാഹ്, വാക്കുകളിൽ ഏറ്റവും നല്ല വാക്ക് അല്ലാഹുവിൻ്റെ കിതാബാണ്. വഇന്ന അഫ്ദലൽ ഹദീ ഹദിയു മുഹമ്മദിൻ, ചര്യകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ചര്യ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ്. വശറൽ ഉമൂരി മുഹ്ദസാതുഹാ, കാര്യങ്ങളിൽ ഏറ്റവും മോശം ഈ പറഞ്ഞ ഖുർആനിലും സുന്നത്തിലും ഇല്ലാത്ത പുതിയ കാര്യങ്ങളാണ്. വകുല്ല ബിദ്അത്തിൻ ളലാല, അങ്ങനെയുള്ള മുഴുവൻ ബിദ്അത്തുകളും ളലാലത്താണ്, വഴികേടാണ്. അപ്പോൾ ഇത് രണ്ടിനെയും അള്ളാഹുവിൻ്റെ റസൂല് വേർതിരിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനും പ്രവാചകന്റെ സുന്നത്തും, ഇതിൽ രണ്ടിലുമില്ലാത്തത് ബിദ്അത്താണ്. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ യഇശ് മിൻകും ഫസയറ ഇഖ്തിലാഫൻ കസീറാ അലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ തമസ്സകൂ ബിഹാ വഅദ്ദു അലൈഹാ ബിന്നവാജിദ് വഇയ്യാകും വമുഹ്ദസാത്തിൽ ഉമൂർ ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ എൻ്റെ കാലശേഷം നിങ്ങൾക്ക് കാണാൻ കഴിയും. അന്നു നിങ്ങൾ എൻ്റെയും എൻ്റെ സ്വഹാബത്തിൻ്റെയും ചര്യയെ മുറുകെ പിടിക്കണം. ഈ ഹദീസിലും പ്രവാചകൻ എൻ്റെയും എൻ്റെ സ്വഹാബത്തിൻ്റെയും എന്ന സ്വഹാബികളെ കൂടി ചേർത്ത് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, എന്നാൽ ഇതിൽ രണ്ടിലുമില്ലാത്തതാണ് മുഹ്ദസാത്തുൽ ഉമൂർ, പുതിയ കാര്യങ്ങൾ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കൽ ഖുർആനിൽ കാണൂല, സ്വഹാബികൾ ആരും ചെയ്തിട്ടില്ല, എങ്കിൽ അതിനാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്തത് വിശ്വാസപരമായി, ആചാരപരമായി, ഇബാദത്തായി, ദിക്റായി, സ്വലാത്തായി, മറ്റ് ഏതൊരു ഇബാദത്തിൻ്റെ വകുപ്പിൽപ്പെട്ട കാര്യങ്ങളും അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിക്കാത്തതൊക്കെ ശർറുൽ ഉമൂറാണ്, ഏറ്റവും മോശമായ കാര്യങ്ങളാണ്. അത് തന്നെയാണ് മുഹ്ദസത്ത്, അത് തന്നെയാണ് ബിദ്അത്ത്. അത്തരം ബിദ്അത്തുകളെ പിന്തുടരാൻ പാടില്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം അതാണ്. അതുകൊണ്ടാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇത്തബിഉ വലാ തബ്തദിഉ ഫഖദ് കുഫീതും കുല്ലു ബിദ്അത്തിൻ ളലാല. നിങ്ങൾ ഇത്തബിഉ, ഫോളോ ചെയ്താൽ മതി. മതമുണ്ടാക്കാൻ അള്ളാഹു നിങ്ങളെ ഏൽപ്പിച്ചിട്ടില്ല. മനുഷ്യനത് സാധ്യമല്ല. മതമുണ്ടാക്കാൻ മനുഷ്യന് സാധ്യമല്ല. ശരീഅത്തിൻ്റെ ഒരു നിയമവും ഉണ്ടാക്കാൻ മനുഷ്യരും ജിന്നുകളും ഒരുമിച്ച് കൂടിയാൽ പോലും സാധ്യമല്ല. മതം അള്ളാഹുവിൻ്റെതാണ്. അതുകൊണ്ട് തന്നെ മതമുണ്ടാക്കി നിങ്ങൾ ഇടങ്ങാറാവണ്ട. അള്ളാഹു തന്നതിനെ ഫോളോ ചെയ്താൽ മതി. എന്നിട്ടും മനുഷ്യന്മാർ തക്കല്ലുഫിലേക്ക് പോവാണ്. ഇവിടെ ഇത്തിബാഗ് തന്നെ ധാരാളമുണ്ട്. ഇബ്തിദാഇന് അവിടെ സമയം, പുതിയതുണ്ടാക്കാൻ അവിടെ സമയം. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഇത്തബിഉ വലാ തബ്തദിഉ, ഫോളോ ചെയ്താൽ മതി, ബിദ്അത്ത് ഉണ്ടാക്കണ്ട. ഫഖദ് കുഫീതും, സ്വർഗത്തിലേക്ക് പോകാൻ ആവശ്യമായതെല്ലാം ഖുർആനിലൂടെ, ഹദീസിലൂടെ, സ്വഹാബത്തിലൂടെ നൽകപ്പെട്ടിട്ടുണ്ട്. ഇനി നിങ്ങളായി പുതിയതുണ്ടാക്കണ്ട. കാരണം കുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തും ളലാലത്താണ്. അദ്ദേഹം വീണ്ടും പറഞ്ഞു, അൽ ഖസ്ദു ഫി സുന്നത്തി ഖൈറും മിനൽ ഇജ്തിഹാദി ഫിൽ ബിദ്അ. ബിദ്അത്തിന്റെ കാര്യത്തിൽ അധ്വാനിക്കുന്നതിനേക്കാൾ നല്ലത് സുന്നത്തിൽ പരിമിതപ്പെടുത്തലാണ്. നിങ്ങൾ പ്രവാചകന്റെ ചര്യയെ പിൻപറ്റിക്കൊണ്ട് ചെലവഴിക്കുന്ന 2 മിനിറ്റാണ് ബിദ്അത്തിന്റെ വിഷയത്തിൽ 1 മാസം ചെലവഴിക്കുന്ന അധ്വാനത്തേക്കാൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത്. ശ്രദ്ധിക്കുക. ഇപ്പോൾ ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കും. 1 മാസം ഒരാൾ മരണപ്പെട്ടാൽ എത്രയോ സന്ദർഭവും സമയവും ഉപയോഗപ്പെടുത്തിയിട്ടുള്ള അനാചാരങ്ങൾ, ഒരുപാട് കഷ്ടപ്പാടുകൾ, പണം മുടക്കുന്നുണ്ട്. അവർക്ക് കൂലിയില്ല എന്ന് മാത്രമല്ല, ബിദ്അത്തിന്റെ ശിക്ഷയുമുണ്ട് അവർക്ക്. എന്നാൽ പ്രവാചകന്റെ സുന്നത്തിനെ പിൻപറ്റിക്കൊണ്ട് ഒരാൾ ചെലവഴിക്കുന്ന 2 മിനിറ്റ്, ഒരു 2 റക്അത്ത് നമസ്കാരം റസൂൽ നിർവഹിച്ച സുന്നത്താണെങ്കിൽ അൽഹംദുലില്ലാ, അത് മാത്രമാണ് സ്വീകരിക്കപ്പെടുക. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, അൽ ഖസ്ദു ഫി സുന്ന ഖൈറും മിനൽ ഇജ്തിഹാദി ഫിൽ ബിദ്അ. സുന്നത്തിൽ പരിമിതപ്പെടുത്തുക. എന്തിനാണ് ബിദ്അത്തിൽ ഇങ്ങനെ ഇജ്തിഹാദ് ചെയ്യുന്നത്, കഷ്ടപ്പെടുന്നത്, അധ്വാനിക്കുന്നത്? മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കുല്ലു ബിദ്അത്തിൻ ളലാല വ ഇൻ റആഹ അന്നാസു ഹസന. എല്ലാ ബിദ്അത്തും ളലാലത്താണ്. ജനങ്ങൾക്ക് അത് എത്ര നന്നായി തോന്നിയാലും ശരി, ജനങ്ങൾക്ക് എത്ര നന്നായി തോന്നിയാലും ശരി, ബിദ്അത്തുകളെല്ലാം ളലാലത്താകുന്നു.
മാത്രമല്ല ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു വാക്കുകൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കണം. മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അതൻ യറാഹാ ഹസന ഫഖദ് സഅമ അന്ന മുഹമ്മദൻ ഖാന റിസാല. ഇസ്ലാമിൽ ആരെങ്കിലും ഒരു ബിദ്അത്ത് ഉണ്ടാക്കിയാൽ ആ വ്യക്തി വാദിക്കുന്നത്, അറിഞ്ഞോ അറിയാതെയോ പറഞ്ഞോ പറയാതെയോ അയാൾ ജൽപ്പിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റിസാലത്തിൽ വഞ്ചന കാണിച്ചു എന്നാണ്. കാരണം ഇതൊരു പുണ്യകർമ്മമാണെങ്കിൽ റസൂലുള്ളാഹി പഠിപ്പിക്കണ്ടേ? ജനങ്ങളെ പുണ്യം പഠിപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറഞ്ഞയക്കുക, എന്നിട്ട് ആ റസൂല് പഠിപ്പിക്കാതിരിക്കുക, എന്നിട്ട് പിൽക്കാലഘട്ടത്തിൽ ആളുകൾ വലിയ ആഘോഷമായി ഇത് പുണ്യം കിട്ടുന്ന കാര്യമാണെന്ന് പറഞ്ഞ് കൊണ്ടു നടക്കുക. അപ്പോൾ ഇവിടെ വഞ്ചന കാണിച്ചത് ആരാ? അള്ളാഹുവിൻ്റെ റസൂല് വഞ്ചന കാണിച്ചു എന്നാണ് ഓരോ മുബ്തദിഉം വാദിക്കുന്നത്. ലിഅന്നല്ലാഹ യഖൂൽ, കാരണം അള്ളാഹു പറയുന്നുണ്ട്, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്നേ ദിവസം ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തെ പൂർത്തീകരിച്ച് തന്നിരിക്കുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്. എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ കാര്യങ്ങളൊക്കെ അള്ളാഹു പൂർത്തീകരിച്ചിട്ടുണ്ട്. അല്ല ഇതും കൂടി വേണമെന്ന് ഒരു 100 കൊല്ലം കഴിഞ്ഞിട്ട് ഒരാൾ പറഞ്ഞാൽ, തൊട്ടടുത്ത ഒരു 100 കൊല്ലം കൂടി കഴിയുമ്പോഴേക്ക് ഇത്തരം കുറച്ച് സ്വലാത്തുകൾ കൂടി ഇതിലേക്കുണ്ട്, ഇത്തരം കുറച്ച് ദിക്റുകൾ കൂടി ഉണ്ട് എന്നൊരാൾ പറഞ്ഞാൽ അയാൾ ഇസ്ലാമിലേക്ക് പുതിയത് ആഡ് ചെയ്യുക തന്നെയാണ്. അതുകൊണ്ട് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഫമാലം യകുൻ യൗമഇദിൻ ദീന ഫലാ യകൂനു യൗമ ദീന. അള്ളാഹുവിൻ്റെ റസൂല് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ദീനല്ലാത്ത ഒന്ന് ഇന്നും ദീനല്ല. സിമ്പിളായ ലോജിക്കാണ്. ഇസ്ലാം ദീൻ പഠിപ്പിക്കാൻ വേണ്ടി വന്ന പ്രവാചകന് ഇസ്ലാമിൽ ഇങ്ങനെയുള്ളതൊന്നും അറിയില്ല. ഇസ്ലാം ദീൻ നബിയിൽ നിന്ന് പഠിച്ച ആദ്യത്തെ തലമുറക്കും ഇത് ഇസ്ലാമിലുള്ളതാണ് എന്നറിയില്ല. അപ്പോൾ അന്ന് മതമായി ആരും അറിയാതെ പോയ ഒന്ന് ഇന്ന് മതമായി അറിയുക എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ ദീനിൽ ആഡ് ചെയ്യൽ തന്നെയാണ്. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻ വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. ഇസ്ലാം അല്ലാത്ത ഒന്നിനെ ദീനായി ആര് സ്വീകരിച്ചാലും അവനിൽ നിന്നത് സ്വീകരിക്കപ്പെടുകയില്ല. അപ്പോൾ ഇസ്ലാമിലേക്കുള്ള ഒരു അഡിഷനും അള്ളാഹു സ്വീകരിക്കൂല. അതുകൊണ്ട് ബിദ്അത്തുകളെ ഒഴിവാക്കുക എന്നുള്ളത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയാണെന്ന് മനസ്സിലാക്കുക. മൂന്നാമത്തത്, പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക, ഇതും വളരെ വളരെ ഞാൻ തിരഞ്ഞെടുത്ത 10 കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഖുർആനും ഹദീസും മനസ്സിലാക്കാൻ സ്വഹാബികൾ ഖുർആനിനെയും ഹദീസിനെയും മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കണം. ഒരാൾ വന്നിട്ട് പറയുകയാണ്, അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ തെളിവുണ്ട്. എന്താണ് തെളിവ്? വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക മിർ റുസുലിനാ എന്ന ആയത്തുണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായും കഴിഞ്ഞുപോയ പ്രവാചകന്മാരോട് ചോദിക്കൂ എന്നാണ് ഭാഷാപരമായി നോക്കിയാൽ കാണുന്നത്. ശരിയാണ്. പക്ഷേ അവിടെ നമ്മൾ നോക്കേണ്ടത്, ഈ ആയത്ത് ഓതിക്കൊടുത്തതിന് ശേഷം അള്ളാഹുവെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ അതേ സ്വഹാബികളിൽ ഏതെങ്കിലും ഒരാൾ ഇബ്രാഹിം നബിയെ എൻ്റെ രോഗം മാറ്റണമേ എന്ന് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആയത്ത് ശരിയാണ്. എന്നാൽ ഈ ആയത്ത് ഓതിയ സ്വഹാബികളിൽ ഒരാൾ പോലും എത്രയോ വർഷം ഇവിടെ ജീവിച്ചിരുന്നിട്ടും അള്ളാഹു അല്ലാത്ത ഒരു വലിയനോടും ഒരു ഷെയ്ഖിനോടും ഒരു ജിന്നിനോടും ഒരു മലക്കിനോടും തൻ്റേതായ ഒരു സങ്കടം പറഞ്ഞിട്ടില്ലെങ്കിൽ അറിയുക, ഈ ആയത്തിന് അങ്ങനെ ഒരർത്ഥമില്ല. വളരെ സിമ്പിളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കാൻ തെളിവുണ്ട്. എന്താണത്? ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു എന്ന് സൂറത്ത് യൂനുസിലില്ലേ? അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് നിങ്ങൾക്ക് ഇത് ലഭിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇത് ഖുർആനെ സംബന്ധിച്ചാണ്, പക്ഷെ അത് നബിയെ സംബന്ധിച്ചാണ് എന്ന് വന്നാൽ പോലും ഫബിദാലിക ഫൽയഫ്റഹു, അതുകൊണ്ട് നിങ്ങൾ സന്തോഷിക്കുക. ശരി, അത് ജന്മദിനം ആഘോഷിക്കാനുള്ള തെളിവാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ആഘോഷിച്ച് കാണിക്കില്ലേ? വലിയ രൂപത്തിലൊന്നും വേണ്ട, ഒരു അല്പം ഈത്തപ്പഴമെങ്കിലും വിതരണം ചെയ്തിട്ട്. സ്വഹാബികളാരെങ്കിലും? ഒരാളും ചെയ്തിട്ടില്ല. അപ്പോൾ അതിൽ നിന്ന് എന്തു മനസ്സിലാക്കാം? ഈ ആയത്തിൽ നിന്ന് അതിനെ സംബന്ധിച്ചല്ല പറയുന്നത് എന്ന് വളരെ ലളിതമായി മനസ്സിലാക്കാം. അതേപോലെ തന്നെ മുദബ്ബിറുൽ ആലമുകളാണ് ഇന്ന മഹാന്മാരൊക്കെ. എന്താ തെളിവ്? ഫൽ മുദബ്ബിറാത്തി അംറാ. ഈ ആയത്തോതിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും ചുരുങ്ങിയത് മുദബ്ബിറുൽ ആലമാവാൻ ഏറ്റവും അർഹൻ ആരാണ്? ഇവരുടെ ലോജിക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലെ അള്ളാഹുവിൻ്റെ റസൂൽ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞാൻ മുദബ്ബിറുൽ ആലമാണ്? സ്വഹാബികൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഏത് ഉദാഹരണങ്ങൾ ഒരുപാട് പറയാനുണ്ട്. ചുരുക്കി പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വഹാബികളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും
ഖുർആനിനെ വഹീനെ എങ്ങനെയാണോ മനസ്സിലാക്കിയത് അതേപോലെ മനസ്സിലാക്കണം. സിഹ്റിന് യാഥാർത്ഥ്യമില്ല, അല്ലെങ്കിൽ പ്രവാചകന് സിഹ്ർ ഫലിച്ചിട്ടില്ല. എന്താണ് തെളിവ് എന്ന് ചോദിച്ചാൽ വഖാലല്ലാലിമൂന ഇൻ തത്തബിഊന ഇല്ലാ റജുലൻ മസ്ഹൂറാ, സിഹ്ർ ബാധിച്ച ഒരാളെയാണ് നിങ്ങൾ പിൻപറ്റുന്നത് എന്ന് ലാലിമീങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് നബിക്ക് സിഹ്ർ ബാധിച്ചു എന്ന് പറഞ്ഞാൽ അത് ലാലിമിൻ്റെ വാദമാണ്. ശരി, ഈ ആയത്തോതിയ അതേ സ്വഹാബികളിൽ നിന്നാണ് കുറ്റമറ്റ സനദോടുകൂടി ഒട്ടനവധി റിവായത്തുകളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്ർ ഫലിക്കുകയുണ്ടായി എന്ന് സ്വഹീഹായ ഹദീസിലുള്ളത്. അപ്പോൾ ഈ ആയത്തോതിയ ഏതെങ്കിലും ഒരു സ്വഹാബിക്ക് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ അത് ഖുർആനിനെതിരാണ് എന്നൊരൊറ്റ സ്വഹാബിയും മനസ്സിലാക്കിയില്ല, ഒരൊറ്റ താബിയും മനസ്സിലാക്കിയില്ല, തബഉ താബിയങ്ങളിൽപ്പെട്ട ഒരാളും മനസ്സിലാക്കിയില്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പർവ്വത സമാനരായ പണ്ഡിതന്മാരിൽ ഒരാൾക്ക് പോലും ഈ ആയത്ത് ഈ ഹദീസ് പരിശുദ്ധ ഖുർആനിനെതിരാണ് എന്ന് തോന്നിയില്ല. അപ്പോൾ ഇവർക്ക് എങ്ങനെയാണ് തോന്നിയത്? അവർ ആ ആയത്ത് നോക്കുകയും അവരുടെ സ്വന്തം വക അർത്ഥം പറയുകയും ചെയ്തു. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രത്യേകത ഇപ്രകാരം സ്വന്തം വക അർത്ഥം പറയിൽ അല്ല, മറിച്ച് അവർ ഖുർആനിനെ ഹദീസിനെ മനസ്സിലാക്കുന്നത് സ്വഹാബത്ത് മനസ്സിലാക്കിയതുപോലെയാണ്. അവർ മനസ്സിലാക്കാത്ത പുത്തൻ ആശയങ്ങൾ, പുത്തൻ മനസ്സിലാക്കലുകൾ, പുത്തൻ വാദങ്ങൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് സ്വീകരിക്കുകയില്ല. നാലാമത്തത്, പ്രമാണങ്ങൾക്ക് ബുദ്ധിയേക്കാൾ പ്രാധാന്യം നൽകുന്നു. യഥാർത്ഥത്തിൽ അതാണ് ബുദ്ധിയും. ശ്രദ്ധിക്കുക, വഹയിന് അവനവന്റെ ബുദ്ധിയേക്കാൾ തഖ്ദീം കൽപ്പിക്കും, പരിഗണന കൽപ്പിക്കും. സത്യത്തിൽ അതല്ലേ ബുദ്ധി? അതാണ് ബുദ്ധി. എന്നാൽ ചില ആളുകൾ എന്ത് ചെയ്യും? പ്രമാണത്തെക്കാൾ തങ്ങളുടെ ബുദ്ധിക്ക് പ്രാധാന്യം കൽപ്പിക്കും. എൻ്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളുന്നത് ഞാൻ സ്വീകരിക്കും, എൻ്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത് ഞാൻ നിരാകരിക്കും. അത് വ്യക്തികൾക്ക് പറയാം, സംഘങ്ങൾക്ക് പറയാം, സംഘടനകൾക്ക് പറയാം. പക്ഷെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ മൻഹജ് അതല്ല. യഥാർത്ഥ ബുദ്ധി എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത യാഥാർത്ഥ്യങ്ങളുണ്ട്, അതിനെക്കുറിച്ചുള്ള അറിവ് അള്ളാഹുവിന് മാത്രമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം അത് ഫോളോ ചെയ്യലാണ് ബുദ്ധി എന്ന് ചിന്തിക്കലാണ്. അതിനുള്ള തെളിവ് സൂറത്തു ആലു ഇമ്രാനിലെ 7-ാമത്തെ ആയത്തിൽ കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, പരിശുദ്ധ ഖുർആനിൽ മുഹ്കമാത്തുകളായ ആയത്തുകളുണ്ട് എന്ന് പറഞ്ഞാൽ ആശയം വളരെ വ്യക്തമായ ആയത്തുകളുണ്ട്. എന്നാൽ വഉഖറു മുതശാബിഹാത്ത്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ മഗ്രിബിന് ശേഷവും ഇൻഷാ അല്ലാഹ് നമ്മുടെ ദർസ് തുടരും. അപ്പോൾ എല്ലാവരും നമസ്കാരം കഴിഞ്ഞ് തിരിച്ചു വരണം എന്ന് ഓർമ്മപ്പെടുത്തണം. അൽഹംദുലില്ലാഹ്. അപ്പോൾ പരിശുദ്ധ ഖുർആനിൽ സൂറത്തു ആലു ഇമ്രാനിലെ 7-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഖുർആനിൽ മുഹ്കമായ അഥവാ ആർക്കും ആശയം പൊരുത്തക്കേട് തോന്നാത്ത, വൈരുദ്ധ്യം തോന്നാത്ത, വിരുദ്ധമായ 2 വ്യാഖ്യാനം തോന്നാത്ത ആയത്തുകളുണ്ട്. ഹുന്ന ഉമ്മുൽ കിതാബ്. ഖുർആനിൽ മഹാഭൂരിപക്ഷവും അത് തന്നെയാണ്. എന്നാൽ വഉഖറു മുതശാബിഹാത്ത്, ചില ആയത്തുകൾ അറിവില്ലാത്ത ആളുകൾക്ക് 2 നിലക്ക് വ്യാഖ്യാനിക്കണം, അതല്ലെങ്കിൽ പരസ്പര വൈരുദ്ധ്യമുള്ള രൂപത്തിൽ വ്യാഖ്യാനമുണ്ട് എന്ന് തോന്നുന്നത് പരിശുദ്ധ ഖുർആനിൽ കണ്ടേക്കാം. എന്നാൽ അത് വൈരുദ്ധ്യമല്ല, അവരുടെ അറിവ് കേടുകൊണ്ട് അവർക്ക് തോന്നിയേക്കാം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫഅമ്മല്ലദീന ഫീ ഖുലൂബിഹിം സൈഗുൻ ഫയത്തബിഊന മാ തശാബഹ മിൻഹു ഇബ്തിഗാഅൽ ഫിത്ന വബ്തിഗാഅ തഅവീലിഹി. എന്നാൽ ഹൃദയത്തിൽ രോഗമുള്ള ചില മനുഷ്യന്മാരുണ്ട്. ഈ രോഗമുള്ള മനുഷ്യന്മാർ ഈ മുഹ്കമാത്തായ ആയത്തൊക്കെ അവിടെ ഉണ്ടെങ്കിലും അതൊന്നും അവർക്ക് വേണ്ട. പിന്നെയോ മുത്തശാബിഹാത്തുകളായ ആയത്തിൻ്റെ പിന്നാലെ കൂടും. അവർ യഥാർത്ഥത്തിൽ ഫിത്ന ഉദ്ദേശിക്കുന്ന ആളുകളാണ്. എന്നാൽ വമാ യഅലമു തഅവീലഹു ഇല്ലല്ലാഹ്, അതിൻ്റെ തഅവീൽ എന്താണ്, അതിൻ്റെ ശരിയായ വിവക്ഷ എന്താണ് എന്ന് അള്ളാഹുവിന് മാത്രമേ അറിയൂ. റഹ്മാനായ റബ്ബിന് മാത്രം അറിയുന്ന ചില കാര്യങ്ങളാണത്. അതുകൊണ്ട് തന്നെ ഇൽമുള്ള ആളുകൾ എന്തു പറയും? വറാസിഖൂന ഫിൽ ഇൽമി യഖൂലൂന ആമന്നാ ബിഹി. ഇൽമിൽ അടിയുറച്ച റാസിഖീങ്ങൾ എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആനിൽ പർവ്വതത്തിന് ഉപയോഗിച്ചൊരു വേർഡ് കൂടിയാണത്. ഉറച്ചു നിൽക്കുന്ന പർവ്വതം എന്ന് പറഞ്ഞാൽ ഇൽമിൽ അത്രയും ആഴമേറിയ വിജ്ഞാനമുള്ള പണ്ഡിതന്മാർ അവരെന്തു പറയും? ആമന്നാ ബിഹി, ഞങ്ങളിതിൽ വിശ്വസിച്ചിരിക്കുന്നു. ഒരു ലബോറട്ടറിയിലേക്കും അയക്കണ്ട, ഒരു സയൻറ്റിസ്റ്റിൻ്റെയും വാദം കേൾക്കണ്ട, മറിച്ച് ഞങ്ങൾ അതിൽ വിശ്വസിച്ചിരിക്കുന്നു. കുല്ലും മിൻ ഇൻദി റബ്ബിന,
എല്ലാം റബ്ബിൽ നിന്നാണ്. വമാ യദ്ദക്കറു ഇല്ലാ ഉലുൽ അൽബാബ്. നോക്കൂ നിങ്ങൾ, ബുദ്ധിയുള്ളവരല്ലാതെ ചിന്തിക്കുമോ എന്നാണ്. അപ്പോൾ ചില പോയത്തക്കാരായ ആളുകളാണ് പ്രിയപ്പെട്ടവരെ വിചാരിച്ചതെന്ത്? ബുദ്ധിയുടെ അടയാളം എന്നാൽ നിഷേധമാണ്. അത് യുക്തിവാദിയുടെ അസലാണ്. യുക്തിവാദിയുടെ അസൽ എന്താണ്? അവന് തിരിയാത്തതൊക്കെ നിഷേധിക്കണം. ബുദ്ധിയുടെ അടയാളം നിഷേധമല്ല, മറിച്ച് ബുദ്ധിയുടെ അടയാളം ഒന്നിനെക്കുറിച്ച് ആലോചിച്ച് അത് അംഗീകരിക്കലാണ്. ഏതുപോലെ? നല്ല അറിവുള്ള പഠിച്ച ഒരു ഡോക്ടറെ അടുത്ത് ഒരു രോഗി പോവാണ്. രോഗി വൈഫാണ്, രോഗിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. ഡോക്ടർ നന്നായി പഠിച്ചിട്ടുണ്ട്. ആ ഡോക്ടർ ഈ വ്യക്തിക്ക് ഒരു മരുന്ന് എഴുതി കൊടുത്താൽ ഈ മരുന്നും കൊണ്ട് ഇയാൾ ലബോറട്ടറിയിലേക്ക് പോയാൽ അയാളെക്കാൾ വലിയ വിവരം കെട്ട ആരെങ്കിലും ഉണ്ടോ? മറിച്ച് അയാൾ എന്താ ചെയ്യേണ്ടത്? ഞാൻ വന്ന ഡോക്ടറെ അടുത്താണ്, അയാൾ പഠിച്ച ആളാണ്, അയാൾ തന്ന മരുന്ന് കുടിക്കുക എന്നല്ലാതെ ഈ ഗുളിക ഞാൻ പരിശോധിച്ച് ഇതിനുള്ള ഇതാണോ എന്ന് പരിശോധിക്കുമ്പോഴേക്ക് കാലത്ര കഴിയും. അപ്പോൾ ബുദ്ധി എന്താണ്? ഡോക്ടറിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? അയാളെക്കുറിച്ച് അറിയാമോ? എങ്കിൽ പിന്നെ അയാൾ തരുന്ന മരുന്ന് കഴിക്കലാണെന്ത്? ബുദ്ധി. അയാൾ പഠിച്ച അറിവിലേക്ക് ഒരു പക്ഷേ നിങ്ങൾക്ക് എത്താൻ കഴിയില്ല. എന്നതുപോലെ ആകാശഭൂമികളെ സൃഷ്ടിച്ച് സംവിധാനിച്ച് പരിപാലിക്കുന്ന റഹ്മാനായ റബ്ബ്, അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്നറിയുന്ന ഒരു മനുഷ്യൻ ആ റബ്ബ് പറഞ്ഞത് വിശ്വസിക്കലാണ് ബുദ്ധി എന്ന് വളരെ ലളിതമായി മനസ്സിലാക്കും. നിസ്സാരമായ ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് അത്ഭുതകരമായ സൃഷ്ടിപ്പായ മനുഷ്യനെ സൃഷ്ടിച്ച നാഥൻ കോടാനുകോടി നക്ഷത്രങ്ങളെ, ഗാലക്സികളെ എല്ലാ നിലക്കും ഏറ്റവും കൃത്യമായി വൈരുദ്ധ്യങ്ങളില്ലാതെ തട്ടിമുട്ടലുകളില്ലാതെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന അത്യപാര കഴിവിൻ്റെ ഉടമയായ അള്ളാഹു, ദൃശ്യവും അദൃശ്യവും കഴിഞ്ഞതും നടക്കുന്നതും വരാനിരിക്കുന്നതുമായ കാര്യങ്ങളെല്ലാം അറിയുന്നവനായ അള്ളാഹു, അവനൊരു കാര്യം ഉദ്ദേശിച്ചാൽ അതിനോട് ഖുൻ എന്ന് പറഞ്ഞാൽ ഫയഖൂൻ, ഉണ്ടാകൂ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് റഹ്മാനായ റബ്ബ് ഖുർആനിലൂടെ ഒരു കാര്യം അറിയിച്ചാൽ, റഹ്മാനായ റബ്ബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുനാവിലൂടെ ഒരു കാര്യം അറിയിച്ചാൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. കാരണം ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ച റബ്ബ് എല്ലാറ്റിനും കഴിവുള്ളവനാണ്, അതുകൊണ്ട് ഞാനത് അംഗീകരിക്കുന്നു എന്ന് പറയൽ ലളിതമായ ബുദ്ധിയാണ്. വലിയ വിജ്ഞാനമൊന്നുമില്ലാത്ത സാധാരണ പാടത്ത് പണിയെടുക്കുന്ന ആളുകൾക്ക് വരെ മനസ്സിലാക്കാൻ പറ്റുന്ന ബുദ്ധിയാണ്. അതുകൊണ്ടാണ് പാടത്ത് പണിയെടുക്കുന്നവരും സാധാരണക്കാരുമായ ആളുകൾക്ക് ഇതിലൊന്നും വിശ്വസിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. എന്നാൽ അറിവില്ലാതെ അറിവുണ്ടെന്ന് നടിക്കുന്ന അല്പജ്ഞാനികളായ ആളുകൾ അതിനെ നിഷേധിക്കുന്നു. വറാസിഖൂന ഫിൽ ഇൽം, എന്നാൽ ഇൽമിൽ വലിയ പർവ്വത സമാനരായ ആളുകളോ അവരിതിനെ അംഗീകരിക്കുകയും ചെയ്യുന്നു. ഇമാം ബുഖാരിയുടെ, ഇമാം മുസ്ലിമിൻ്റെ, ഇമാം അബൂദാവൂദിൻ്റെ, ഇമാം നസായിയുടെ, ഇമാം തിർമിദിയുടെ, ഇമാം ഇബ്നു മാജയുടെ, ഇവരുടെയൊക്കെ ബുദ്ധിശക്തി എത്രയാണ് എന്ന് അവരുടെ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും. ഇത്രയും ബുദ്ധിയുള്ള ആളുകൾക്ക് പരിശുദ്ധ ഖുർആനിലെ ആയത്തിന് എതിരാണ് ഞങ്ങളിങ്ങനെ സ്വഹീഹാണെന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ധരിക്കുന്നത് എന്ന് അവർക്ക് തിരിഞ്ഞില്ല. എന്നാൽ ഒരു ഹദീസ് പോലും സനദ് സഹിതം പറയാൻ പറ്റാത്ത, ഹദീസിൻ്റെ കിതാബുകൾ അങ്ങനെ വായിക്കണം, സനദുകൾ അങ്ങനെ വായിക്കണം എന്ന് പോലും തിരിയാത്ത ആളുകളോ അവരതിനെ നിഷേധിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് അറിയുക, ബുദ്ധിയുടെ അടയാളം, വിവേകത്തിൻ്റെ അടയാളം, വിജ്ഞാനത്തിൻ്റെ അടയാളം എന്നത് ഖുർആനിൽ വന്നതിനെയും സ്വഹീഹായ ഹദീസുകളിൽ വന്നതിനെയും സ്വീകരിക്കുക എന്നുള്ളതാണ്. അതിനെ നിഷേധിക്കുക എന്നത് ബുദ്ധിയുടെ അടയാളമല്ല. അതുകൊണ്ട് അഹ്ലുസുന്ന എന്ത് ചെയ്യുന്നു? പ്രമാണങ്ങളെ തൻ്റെ ചെറിയ ബുദ്ധിയേക്കാൾ പ്രമാണങ്ങൾക്കാണ് പ്രാധാന്യമെന്നവർ മനസ്സിലാക്കുന്നു. ഇൻഷാ അള്ളാഹ് മറ്റു അടയാളങ്ങൾ മഗ്രിബിന് ശേഷം നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നാഫിആയ ഇൽമിനെ പ്രദാനം ചെയ്യട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ പ്രത്യേകതകളാണ് നാം വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ നാം സൂചിപ്പിച്ച അവസാന പോയിൻ്റ് വഹീനാണ്, പ്രമാണങ്ങൾക്കാണ് അവർ മുൻഗണന നൽകുന്നത്. കാരണം വിശ്വാസികളുടെ അടിസ്ഥാന സ്വഭാവമായി സൂറത്തുൽ ബഖറയിൽ പറയുന്നത് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അവർ അദൃശ്യത്തിൽ വിശ്വസിക്കുന്നവരാണ്. നാം മലക്കുകളിൽ വിശ്വസിക്കുന്നു,
ടെസ്റ്റ് ചെയ്ത് പരിശോധിച്ചിട്ടുള്ള വിശ്വാസമല്ല അത്. ജിന്നുകളിൽ നമ്മൾ വിശ്വസിക്കുന്നു. മരണാനന്തര ജീവിതത്തിൽ, സ്വർഗത്തിൽ, നരകത്തിൽ, അതിൻ്റെ വ്യത്യസ്തങ്ങളായ അവസ്ഥകൾ, ഇതൊന്നും തന്നെ നമ്മുടെ ബുദ്ധിക്ക് പ്രാപ്യമായൊരു കാര്യമേ അല്ല. പക്ഷേ നാം അത് വിശ്വസിക്കുന്നത്, നാം അള്ളാഹുവിലും പ്രവാചകനിലും വിശ്വസിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യതയിൽ നമ്മൾ വിശ്വസിക്കുന്നു. അപ്രകാരം പ്രവാചകൻ്റെ നുബൂവത്തിൽ, റിസാലത്തിൽ നമുക്ക് ബോധ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ആ പ്രവാചകൻ പറയുന്നതെല്ലാം വഹീൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് വിശ്വസിക്കലാണ് പ്രിയപ്പെട്ടവരെ യഥാർത്ഥ ബുദ്ധി. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയെ അഗ്നികുണ്ഡത്തിലിട്ടപ്പോൾ അത് അദ്ദേഹത്തിന് തണുപ്പായി മാറി എന്ന് പറയുമ്പോൾ നമുക്ക് പ്രയാസം തോന്നാത്തത് എന്തുകൊണ്ടാണ്? തീക്ക് ചൂട് നൽകിയ അതേ റബ്ബിന് തീക്ക് തണുപ്പ് നൽകാനും കഴിയും. സമുദ്രത്തിൽ മത്സ്യത്തിൻ്റെ വയറ്റിൽ അകപ്പെട്ട യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാമയെ അള്ളാഹു രക്ഷപ്പെടുത്തി എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ അവിശ്വസിക്കേണ്ട കാര്യമില്ലാത്തത് എന്തുകൊണ്ടാണ്? ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്ന് നമ്മൾ അംഗീകരിക്കുന്നു. അപ്പോൾ മനുഷ്യൻ അവൻ്റെ ദുർബലതയും അവൻ്റെ പോരായ്മയും അള്ളാഹുവിൻ്റെ ശക്തിയും മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഈ വിഷയത്തിൽ ഒരു പ്രശ്നമുണ്ടാവില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞല്ലോ, ഖലഖൽ ഇൻസാന മിൻ നുത്ഫ ഫഇദാ ഹുവ ഖസീമും മുബീൻ. നിസ്സാരമായൊരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്നാണ് മനുഷ്യനെ നാം സൃഷ്ടിച്ചത്. എന്നിട്ട് കണ്ടോ അവൻ എനിക്കെതിരെ തർക്കിക്കുന്നു. വല്ലാത്തൊരു വാക്കാണ്. നിസ്സാരമായൊരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് ഞാൻ അവനെ സൃഷ്ടിച്ചു, എന്നിട്ടിപ്പോൾ അവൻ എന്നോട് തർക്കിക്കുകയാണ്. വദറബ ലനാ മസലൻ വനസിയ ഖൽഖഹു ഖാല മൻ യുഹ്യിൽ ഇളാമ വഹിയ റമീം. അവൻ്റെ സൃഷ്ടിപ്പിനെ മറന്നിട്ടിപ്പോൾ അവൻ എന്നോട് ചോദിക്കുകയാണ്, എല്ലും മണ്ണുമായി കഴിഞ്ഞാൽ ആരാണ് ഇതിനെ പുനരുജ്ജീവിപ്പിക്കുന്നത്? അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, ഒന്നുമില്ലായ്മയിൽ നിന്ന് നിന്നെ സൃഷ്ടിച്ച റബ്ബിന് വീണ്ടും നിന്നെ സൃഷ്ടിക്കാൻ വല്ല ബുദ്ധിമുട്ടുമുണ്ടോ മനുഷ്യ? അപ്പോൾ മനുഷ്യൻ ഒന്ന് ഇരുത്തി ആലോചിച്ചാൽ ഇത്തരം വിഷയങ്ങളിലൊക്കെ പ്രമാണങ്ങളെയാണ് പിൻപറ്റേണ്ടത്. തൻ്റെ ബുദ്ധിക്കത് പ്രാപ്യമല്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പല ആളുകളും നമ്മുടെ നാടുകളിൽ ധാരാളം ഹദീസുകളെ നിഷേധിക്കുന്നവരാണ്. എന്താണ് അവർ നിഷേധിക്കാൻ കാരണം? അവരുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന ന്യായം പറഞ്ഞു. ഇതേ ന്യായമല്ലേ യുക്തിവാദികളും പറയുന്നത്? അതുകൊണ്ട് അത്തരം ആളുകളെ നിങ്ങൾ കരുതിയിരിക്കണം. സംസം വെള്ളത്തിന് ഒരു പ്രത്യേകതയുമില്ല ആ വിഷയത്തിലെ ഹദീസുകളെ നിഷേധിക്കുന്നവർ. എന്താ കാരണം? പരിശോധിച്ചിട്ട് തെളിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അജ്വ കാരക്കയുമായി ബന്ധപ്പെട്ട് വന്ന ഹദീസുകൾ, ദജ്ജാൽ വരുമെന്ന് പറഞ്ഞത്, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം വീണ്ടും വരുമെന്ന് പറഞ്ഞത്, ഖബറിലെ ശിക്ഷ, സിറാത്ത് പാലം, നരകത്തിൻ്റെ മേലെ കൂടെയുള്ള മനുഷ്യരുടെ കർമ്മങ്ങൾ തൂക്കുന്ന മീസാൻ, ഇതിനൊക്കെ പലരും നിഷേധിക്കുന്നു. എന്താണ്? ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന്. അവൻ്റെ സൃഷ്ടിപ്പിന് അവൻ ഏത് ബുദ്ധി കൊണ്ടാണ് വ്യാഖ്യാനിക്കുക? ഒന്നുമില്ലായ്മയിൽ നിന്ന് അവൻ ഉണ്ടായതിനെ ഏത് ബുദ്ധി കൊണ്ടാണ് അവന് വ്യാഖ്യാനിക്കാൻ പറ്റുന്നത്? എങ്കിൽ പിന്നെ അതിനപ്പുറത്തുള്ളതിനെ ബുദ്ധി കൊണ്ട് വ്യാഖ്യാനിക്കണമെന്ന് നിസ്സാരനായ മനുഷ്യൻ ഈ മഹാപ്രപഞ്ചത്തിൽ നിന്നുകൊണ്ട് പറയുന്നത് വലിയ അബദ്ധമാണ്. അത്തരമൊരബദ്ധം നമുക്ക് സംഭവിക്കാതിരിക്കട്ടെ. അതുകൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഈ ഒരു മൻഹജിനെ നമ്മൾ ഫോളോ ചെയ്യണം. പ്രമാണങ്ങൾക്ക് നാം മുൻതൂക്കം നൽകണം. അഞ്ചാമത്തത്, ഏത് അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകുമ്പോഴും അതിനെ ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടക്കുക എന്നുള്ളതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ മൻഹജ്. അതിന് വിപരീതമായി ആര് പറഞ്ഞാലും അവർ അത് സ്വീകരിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ച കാര്യമാണത്. വമഖ്തലഫ്തും ഫീഹി മിൻ ഷൈഇൻ ഫഹുക്മുഹു ഇലല്ലാഹ്. നിങ്ങൾ ഏതൊരു വിഷയത്തിൽ അഭിപ്രായ ഭിന്നതയിലായാലും അതിൻ്റെ ഹുക്മ് നിങ്ങൾ അള്ളാഹുവിലേക്ക് വിടണം. അള്ളാഹുവാണ് അതിൽ ഹുക്മ് പറയേണ്ടത്. അപ്പം ഏത് അഭിപ്രായ ഭിന്നതയും തീർപ്പ് കൽപ്പിക്കുന്നത് അള്ളാഹുവാണ്. അതിനുള്ള വഴിയാണ് ഞാൻ നേരത്തെ ഓതിയ ആയത്തിലുള്ളത്. സൂറത്തു അൻ-നിസാഇൽ 59-ാമത്തെ ആയത്ത്. ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ, നിങ്ങളൊരു വിഷയത്തിൽ അഭിപ്രായ ഭിന്നതയിലായാൽ അത് സ്വാഭാവികമാണ്. ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ,
നിങ്ങൾ അതിനെ അള്ളാഹുവിലേക്ക് മടക്കണം, റസൂലിലേക്ക് മടക്കണം. ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അത് വല്ലാത്ത ഒരു ആഡിങ് ആണ്. നിങ്ങൾ അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ. ആരാണതല്ല എന്ന് പറയുന്നത്? ആർക്കും പറയാൻ പറ്റില്ല. അതെ, നമ്മൾ അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നവരാണ് എങ്കിൽ നമ്മൾ ഏത് വിഷയത്തെയും ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടക്കണം. ദാലിക ഖൈറുൻ, അതാണ് ഖൈർ, വ അഹ്സനു തഅ്വീല, ഏറ്റവും നല്ല പര്യവസാനവും അതിന് തന്നെയാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറായി പഠിപ്പിക്കുന്നത് പ്രമാണങ്ങളിലേക്ക് മടങ്ങാനാണ്. മഹാനായ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി മദ്ഹബിൻ്റെ പ്രഗത്ഭനായ ഇമാമാണ്. അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ ഒരിക്കലും എന്നെ അന്ധമായി പിൻപറ്റരുത്, മറിച്ച് സ്വഹീഹായ ഹദീസുകൾ കണ്ടാൽ നിങ്ങൾ അതിലേക്ക് മടങ്ങണം. ഇദാ സ്വഹൽ ഹദീസു ഫഹുവ മദ്ഹബി. ഒരു ഹദീസ് സ്ഥിരപ്പെട്ടു വന്നാൽ എൻ്റെ അഭിപ്രായം അതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ എൻ്റെ മദ്ഹബ് സ്വഹീഹായ ഹദീസുകളാണ്. അതിന് വിരുദ്ധമായത് എന്നിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളത് സ്വീകരിക്കേണ്ടതില്ല. അദ്ദേഹം വീണ്ടും പറഞ്ഞു, ഫഇന്നനാ ബശറുൻ, ഞങ്ങൾ ആലിമീങ്ങൾ, പണ്ഡിതന്മാർ എന്ന് പറയുന്നവർ മനുഷ്യന്മാർ തന്നെയാണ്. നഖൂലുൽ ഖൗലൽ യൗം വനർജിഉ അൻഹു ഗദാ. ഇന്ന് ഞങ്ങളൊരു അഭിപ്രായം പറയും, നാളെ ചിലപ്പോൾ ആ അഭിപ്രായത്തിൽ നിന്ന് ഞങ്ങൾ മടങ്ങിയേക്കാം. കാരണം ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ ലഭിച്ച അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ മനുഷ്യർക്ക് അബദ്ധങ്ങൾ പറ്റാം, തെറ്റുകൾ പറ്റാം. അതുകൊണ്ട് ഞങ്ങളുടെ വാക്കുകൾ ആത്യന്തിക പ്രമാണമാണ് എന്ന് നിങ്ങൾ കരുതാൻ പാടില്ല. അദ്ദേഹം വീണ്ടും പറഞ്ഞു, ഇദാ ഖുൽതു ഖൗലൻ യുഖാലിഫു കിതാബല്ലാഹി തആല വ ഖബറ റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫത്റുകൂ ഖൗലി. വളരെ ക്ലിയറാണ്. എൻ്റെ ഒരു വാക്ക് ഖുർആനിനെതിരാണെങ്കിൽ, എൻ്റെ ഒരു വാക്ക് നബിയിൽ നിന്ന് സ്ഥിരപ്പെട്ട ഹദീസിനെതിരാണെങ്കിൽ ഫത്റുകൂ ഖൗലി, എൻ്റെ വാക്ക് നിങ്ങൾ ഒഴിവാക്കണം. അബൂ ഹനീഫ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ് നിങ്ങൾ അതിൽ കൂടരുത്. മറിച്ച് ഖുർആനിനും സുന്നത്തിനും എതിരായ ഒരു കാര്യമാണ് ഞാൻ പറയുന്നതെങ്കിൽ എൻ്റെ വാക്കുകളെ നിങ്ങൾ ഉപേക്ഷിക്കണമെന്നാണ്. മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പ്രഗത്ഭനായ മറ്റൊരു പണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞത്, ഇന്നമാ അന ബശറുൻ ഉഖ്തിഉ ഇന്നമാ അന ബശറുൻ ഉഖ്തിഉ വ ഉസീബ്. ഞാനൊരു മനുഷ്യനാണ്, എനിക്ക് തെറ്റുപറ്റാം, ശരിയും സംഭവിക്കാം. ഫൻദുറൂ ഫി റഅയി, എൻ്റെ ഒരു അഭിപ്രായം കണ്ടാൽ നിങ്ങൾ അതിലേക്ക് നോക്കണം. ഫകുല്ലു മാ വാഫഖൽ കിതാബ വസ്സുന്ന ഫഖുദു. ഖുർആനിനോടും സുന്നത്തിനോടും യോജിച്ച എൻ്റെ വാക്കുകൾ നിങ്ങൾ സ്വീകരിക്കണം. വകുല്ലു മാ ലം യുവാഫിഖിൽ കിതാബ വസ്സുന്ന ഫത്റുകു. ഖുർആനിനോടും സുന്നത്തിനോടും എതിരായി നിൽക്കുന്നത് നിങ്ങൾ ഒഴിവാക്കുകയും വേണം. എന്ന് പറഞ്ഞാൽ ആര് പറഞ്ഞാലും ശരി, ഖുർആനിനും സുന്നത്തിനും എതിരായതാണ് അവർ പറയുന്നതെങ്കിൽ, സ്ഥിരപ്പെട്ട ഖബറുകൾക്കെതിരാണ് അവർ പറയുന്നതെങ്കിൽ അത് സ്വീകരിക്കേണ്ടതില്ല. മഹാനായ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു, അജ്മഅൽ മുസ്ലിമൂൻ അലാ അന്ന മൻ ഇസ്തബാന ലഹു സുന്നത്തുൻ അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലം യഹില്ല ലഹു അൻ യദഅഹാ ലിഖൗലി അഹദിൻ. അദ്ദേഹം പറയുകയാണ്, മുസ്ലിമീങ്ങളുടെ ഇജ്മാ ഉണ്ട്, സ്വഹാബത്ത് മുതൽക്കുള്ള ഇജ്മാ ആണ്. ഒരു വിഷയത്തിൽ നബിയുടെ സുന്നത്ത് ഇന്നതാണ് എന്ന് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരാളുടെ വാക്കിനെയും അടിസ്ഥാനമാക്കി ആ സുന്നത്തിനെ തള്ളിക്കളയാൻ അവർക്ക് അനുവാദമില്ല. ഒരു മനുഷ്യനും അനുവാദമില്ല. നബിയുടെ സുന്നത്ത് ഇങ്ങനെയാണെന്ന് സ്ഥിരപ്പെട്ടാൽ, അതാണ് നേരത്തെ പറഞ്ഞ സൂറത്തു നിസായിലെ 115 വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ. സന്മാർഗം വ്യക്തമായതിന് ശേഷം അതിനോട് ആരെങ്കിലും എതിര് നിന്നാൽ, റസൂലുള്ളയോട് എതിര് നിന്നാൽ എന്ന് പറഞ്ഞാൽ ഇന്ന വിഷയത്തിൽ ഹദീസ് എന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മദ്ഹബ് അതല്ല, അതുകൊണ്ട് ഞാനത് സ്വീകരിക്കൂല. അല്ലെങ്കിൽ എൻ്റെ പ്രസ്ഥാനം ഇത് അംഗീകരിക്കുന്നില്ല, അതുകൊണ്ട് ഞാനത് സ്വീകരിക്കൂല. അല്ലെങ്കിൽ എൻ്റെ നാട്ടുനടപ്പ് ഇങ്ങനെയല്ല, അതുകൊണ്ട് ഞാനത് സ്വീകരിക്കൂല. അല്ലെങ്കിൽ എൻ്റെ ഭാര്യക്കോ മക്കൾക്കോ മാതാപിതാക്കൾക്കോ മറ്റുള്ളവർക്കോ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ സ്വീകരിക്കൂല. തുടങ്ങിയ ന്യായങ്ങൾ പറയുന്നത് ഹറാമാണ്, നമുക്ക് പാടില്ലാത്തതാണ്. അദ്ദേഹം വീണ്ടും പറഞ്ഞു, ഇദാ വജത്തും ഫീ കിതാബി ഖിലാഫ സുന്നത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖൂലു ബിസുന്നത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വദഉ മാ ഖുൽത്. എൻ്റെ കിതാബിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തിനെതിരായി വല്ലതും നിങ്ങൾ കണ്ടാൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തനുസരിച്ച് പറയണം. എൻ്റെ കിതാബിലുള്ള ഞാൻ എഴുതിയത് നിങ്ങൾ ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞാൽ സുന്നത്തിനെതിരായതൊന്നും നിങ്ങൾ എന്നിൽ നിന്ന് സ്വീകരിക്കരുത് എന്നാണ്. മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു, റഅയുൽ ഔസാഇ,
കാലഘട്ടത്തിലെ പ്രഗത്ഭ പണ്ഡിതനാണ്. വറഅയു മാലിക്കിൻ വറഅയു അബി ഹനീഫ കുല്ലുഹു റഅയുൻ. ഈ പണ്ഡിതന്മാരൊക്കെ ഒരു അഭിപ്രായം പറഞ്ഞാൽ അതെല്ലാം അഭിപ്രായം മാത്രമാണ്. വഹുവ ഇൻദി സവ, എൻ്റെ അടുക്കൽ അതെല്ലാം തുല്യമാണ്. വ ഇന്നമൽ ഹുജ്ജത്തു ഫിൽ ആസാർ. എന്നാൽ ഹുജ്ജത്ത്, പ്രമാണം, അത് അസറുകളിലാണ്, അഥവാ ഹദീസുകളിലാണ് ഹുജ്ജത്തുള്ളത്. അതിനപ്പുറത്തുള്ള അഭിപ്രായങ്ങൾ മാത്രമാണ്. തെളിവ് പിടിക്കേണ്ടത് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും സ്വഹാബത്തിൻ്റെ അസറുകളിൽ നിന്നുമാണ് എന്ന് അദ്ദേഹം പറയുന്നു. വീണ്ടും അദ്ദേഹം പറഞ്ഞു, മൻ റദ്ദ ഹദീസ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഹുവ അലാ ശഫാ ഹലക. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഏതെങ്കിലും ഒരു ഹദീസിനെ ആരെങ്കിലും തള്ളിയാൽ അവൻ നാശത്തിൻ്റെ വക്കിലാണ്. ഒരു ഹദീസിനെയും തള്ളിക്കളയരുത്, അത് സ്വഹീഹാണെങ്കിൽ. മറ്റൊരാളുടെയും അഭിപ്രായത്തിനു വേണ്ടി, താല്പര്യത്തിനു വേണ്ടി ഹദീസുകളെ ഒരിക്കലും തള്ളിക്കളയാൻ പാടില്ല. ഇത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ വളരെ വലിയൊരു പ്രത്യേകതയാണ്. നാം തെളിവ് പിടിക്കേണ്ടത്, ഏത് അഭിപ്രായ ഭിന്നതകളെയും നമ്മൾ മടക്കേണ്ടത് ഖുർആനിലേക്കും സുന്നത്തിലേക്കും സ്വഹാബത്തിൻ്റെ ഫഹ്മിലേക്കുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആറാമത്തത്, അനാവശ്യമായ തർക്കവിതർക്കങ്ങൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആളുകൾക്ക് പാടില്ലാത്തതാണ്. മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ഉസൂലുസ് സുന്നഹ്, സുന്നത്തിൻ്റെ അസ്ല് വിശദീകരിക്കുന്ന ഒരു കിതാബുണ്ട് അദ്ദേഹത്തിന്. ലോകപ്രശസ്തമായ ഗ്രന്ഥമാണത്, ചെറിയ ഒരു മത്നാണത്. അതിൽ അദ്ദേഹം അഹ്ലുസുന്നയുടെ ഏറ്റവും അടിസ്ഥാന ആശയമായ അതിൻ്റെ തുടക്കത്തിലെ വരികളിൽ തന്നെ പറയുന്നത്, ഉസൂലുസ് സുന്നത്തി ഇൻദന അത്തമസ്സുകു ബിമാ കാന അലൈഹി അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വതർകുൽ ബിദ്അ. സുന്നത്തിൻ്റെ അടിസ്ഥാനം സ്വഹാബത്തിൻ്റെ മൻഹജിനെ പിൻപറ്റലാണ്, ബിദ്അത്തുകൾ കൈയൊഴിയലാണ്. വതർകുൽ ജിദാലി വൽ ഖുസൂമാത്ത്, തർക്കവിതർക്കങ്ങളെ ഉപേക്ഷിക്കലാണ്. ഒരു മുസ്ലിം ഒരിക്കലും താർക്കികനാവാൻ പാടില്ല. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ തർക്കിക്കുക, ഖുർആനിലൊരായത്തുകൊണ്ട് മറ്റൊരായത്തിനെ ഖണ്ഡിക്കുക, ഒരു ഹദീസിനെ കൊണ്ട് മറ്റൊരു ഹദീസിനെ ഖണ്ഡിക്കുക, ഇങ്ങനെ എപ്പോൾ നോക്കിയാലും തർക്കിക്കുന്ന സ്വഭാവം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ മൻഹജിൽപ്പെട്ടതല്ല. എവിടെയെങ്കിലും വൈജ്ഞാനിക സംവാദങ്ങൾ ആവശ്യമായി വന്നാൽ ആവാം, പക്ഷേ അതുപോലും ഏറ്റവും മഹനീയമായ രൂപത്തിലായിരിക്കണം. വലാ തുജാദിലു അഹ്ലൽ കിതാബി ഇല്ലാ ബില്ലതി ഹിയ അഹ്സൻ. വേദക്കാരോട് നിങ്ങൾക്ക് സംവദിക്കാം, പക്ഷേ ഏറ്റവും നല്ല രൂപത്തിലായിരിക്കണം. വജാദിൽഹും ബില്ലതി ഹിയ അഹ്സൻ, ഏറ്റവും നല്ല രൂപത്തിൽ സംവദിക്കുക. ഏതാണ് ഈ ഏറ്റവും നല്ല രൂപത്തിൽ? അറിവ് അന്വേഷിച്ചുകൊണ്ടും അഭിപ്രായ ഭിന്നതകളിലെ ശരിയായ അഭിപ്രായം മനസ്സിലാക്കാനും വേണ്ടി തെളിവുകളെ മുന്നിൽ വെച്ചുകൊണ്ടുള്ള സംസാരമാണ് ഉദ്ദേശം. എന്നാൽ ഒരാൾ തർക്കിക്കാൻ വേണ്ടി മാത്രമാണ്, സത്യം മനസ്സിലാക്കാനല്ല എന്ന് തോന്നിയാൽ ഖുദിൽ അഫ്വ വഅ്മുർ ബിൽ ഉർഫി വഅരിദ് അനിൽ ജാഹിലീൻ, അത്തരം ജാഹിലുകളെ ഉപേക്ഷിക്കണം. വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമ, ജാഹിലുകളുമായി മുഖാത്തബത്ത് നടത്തുകയാണെങ്കിൽ സമാധാനത്തിൻ്റെ വാക്ക് പറഞ്ഞ് അവിടുന്ന് രക്ഷപ്പെട്ടോളണം, സമയം വെറുതെ കളയരുത്. എന്നാൽ വിജ്ഞാനം അന്വേഷിച്ച ഒരാൾ പറയാണ്, ഇന്ന ഹദീസ് ഉണ്ടല്ലോ, എന്താണ് ആ വിഷയത്തിൽ? അപ്പോൾ എതിർകക്ഷിക്ക്, അതല്ലെങ്കിൽ ആ വിഷയത്തോട് എതിരഭിപ്രായമുള്ള ആൾക്ക്, അല്ല, അത് ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ സഹാബികൾ അതിനെങ്ങനെയാണ് മനസ്സിലാക്കിയത്, അല്ലല്ലോ അതിലിങ്ങനൊരിതുണ്ടല്ലോ. ഈ നിലക്ക് മാന്യമായി സത്യം കണ്ടെത്താനുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ജിദാലാണെങ്കിൽ അത് കുഴപ്പമില്ല. എന്നാൽ വെറുതെ തർക്കിക്കുക, വാക്കുകളിൽ പിടിച്ച് തർക്കിക്കുക, അക്ഷരത്തിൽ പിടിച്ച് തർക്കിക്കുക, ഗ്രാമർ തെറ്റിപ്പോയാൽ അതിൽ തർക്കിക്കുക, ഇങ്ങനെ ലക്ഷ്യം ഒന്നുമില്ല, വെറുതെ തർക്കിച്ച് സമയം കളയലാണെങ്കിൽ അഹ്ലുസുന്നക്ക് അതിനോട് യോജിപ്പില്ല. നിങ്ങൾ മൻഹജിൻ്റെ ഏത് കിതാബ് എടുത്തോളൂ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ മൻഹജ് വിശദീകരിക്കുന്ന മുഴുവൻ ഗ്രന്ഥങ്ങളിലും പേജുകളാണ് ഇതിനു വേണ്ടി മാത്രം നീക്കിവെച്ചത്. തർക്കിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അന സഈമുൻ ബിബൈത്തിൻ ഫി റബദിൽ ജന്ന ലിമൻ തറക്കൽ മിറാഅ വ ഇൻ കാന മുഹിഖാ. സ്വർഗത്തിൻ്റെ അറ്റങ്ങളിൽ ഞാൻ ഒരു വീട് നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം, സത്യം നിങ്ങളുടെ കയ്യിലാണെങ്കിലും തർക്കം ഒഴിവാക്കുന്നവർക്ക്. ഹക്ക് നിങ്ങളുടെ കയ്യിലാണ്, പക്ഷെ തർക്കിക്കേണ്ടതില്ല. കാര്യം വ്യക്തമാക്കുക, ഇന്നമാ അലൈക്കൽ ബലാഗ് വ അലൈനൽ ഹിസാബ്, എത്തിച്ചൊടുക്കുക. വിചാരണ അള്ളാഹു ഏറ്റെടുത്തോളും, നമ്മൾ തന്നെ വിചാരണ ചെയ്യേണ്ടതില്ല, കാര്യങ്ങൾ എത്തിച്ചു കൊടുത്താൽ മതി. അബ്ഗദ റിജാലി ഇലല്ലാഹ് അൽ അലദ്ദുൽ ഖസീം,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ളത് മഹാതാർക്കികന്മാരായ ആളുകളെ അള്ളാഹുവിന് വെറുപ്പാണ്, അള്ളാഹുവിന് ഇഷ്ടമല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തർക്കവിതർക്കങ്ങളിൽ ഏർപ്പെടുന്നിടത്ത് ഏറ്റവും അഹ്സനായ രൂപത്തിൽ ആവാൻ ശ്രമിക്കണം. ഇല്ല എങ്കിൽ അത്തരം രീതിശാസ്ത്രങ്ങൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് പരിചയമില്ല, അവരത് അംഗീകരിക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഏഴാമത്തത്, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആളുകൾ ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളും ഏറ്റവും മോശമായ സ്വഭാവത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ആളുകളുമായിരിക്കണം. പല ആളുകളും ധരിച്ചിട്ടുള്ളത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആളാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഖബർ കെട്ടി പൊന്തിക്കൂല, ഖബറിനെ ആരാധിക്കൂല, മരിച്ചുപോയ ആളുകളോട് വിളിച്ചു പ്രാർത്ഥിക്കൂല, അതേപോലെ തന്നെ നബിദിനം ആഘോഷിക്കൂല. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടില്ലെങ്കിൽ അവൻ അഹ്ലുസുന്നയാണ്. ഇത് മാത്രമാണ് അവരെ വേർതിരിക്കുന്ന അടയാളം. എന്നാൽ അത്യാവശ്യത്തിന് കളവ് പറയാം, കുഴപ്പമില്ല. ഞാൻ സലഫിയാണ്, അല്ലെങ്കിൽ സലഫി മൻഹജ് പിൻപറ്റുന്ന ആളാണ്, പക്ഷേ കളവുകൾ പറയുന്നു, വഞ്ചിക്കുന്നു, ചതിക്കുന്നു, കോട്ടിമാട്ടുന്നു, മറച്ചു വെക്കുന്നു, വഞ്ചിക്കുന്നു, എന്തെല്ലാം കാര്യങ്ങൾ. ഇതൊന്നും ഒരു പ്രശ്നമല്ല. മറിച്ച് ഈ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ, ബിദ്അത്തില്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ളതൊന്നും ഞാൻ ശ്രദ്ധിക്കേണ്ടതല്ല, അതിന് മൻഹജുമായി ബന്ധമില്ല എന്നാണ് ആളുകൾ കരുതിയിട്ടുള്ളത്. എന്നാൽ അറിയണം, ഈമാൻ എന്ന് പറഞ്ഞാൽ അഹ്ലുസുന്നയുടെ അടുക്കൽ അൽ ഈമാനു ഇഅ്തിഖാദുൻ വഖൗലുൻ വഅമലുൻ യസീദു ബിത്ത്വാഅ വയൻഖുസു ബിൽ മഅസിയഹ. ഈമാൻ എന്ന് പറഞ്ഞാൽ വിശ്വാസവും ഖൗലും പ്രവൃത്തിയുമാണ്. അള്ളാഹുവിനെ അനുസരിക്കുമ്പോൾ അതിൽ വർധനവുണ്ടാകുന്നു, അനുസരണക്കേട് കാണിക്കുമ്പോൾ ഈമാനിൽ കുറവ് സംഭവിക്കുന്നു. അത് ഈമാനിൻ്റെ ഭാഗമാണ്, തൗഹീദിൻ്റെ ഭാഗമാണ്. സൽസ്വഭാവം തൗഹീദിൻ്റെ ഭാഗമാണ്. അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖാ വഖിയാറുകും ഖിയാറുകും ലിനിസാഇഹി. ഏറ്റവും കമാലായ ഈമാൻ ആർക്കാണ്? ഏറ്റവും നല്ല സ്വഭാവമുള്ളവർക്കാണ്. സ്വഭാവവും ഈമാനും തമ്മിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നു. ഈമാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തൗഹീദാണ്. ഇസ്ലാമിൽ ഈമാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തൗഹീദാണ്. തൗഹീദിലെ വർധനവ് സ്വഭാവത്തിൻ്റെ മേന്മ കൊണ്ടാണ്. സ്വന്തം ഇണകളോട് മാന്യമായി പെരുമാറുന്നവനാണ് യഥാർത്ഥത്തിൽ മൻഹജിൻ്റെ ആൾ. എന്നാൽ ധാരാളം ഭാര്യമാർക്ക് പരാതികളുണ്ട്, ധാരാളം ഭർത്താക്കന്മാർക്ക് പരാതികളുണ്ട്, ധാരാളം മാതാപിതാക്കൾക്ക് മക്കളെക്കുറിച്ച് പരാതികളുണ്ട്, ധാരാളം സഹോദരങ്ങൾക്ക് പരാതികളുണ്ട്, അയൽവാസികൾക്ക് പരാതികളുണ്ട്, കൂടെ നിൽക്കുന്നവർക്ക് പരാതികളുണ്ട്. കാരണം ഈ പറഞ്ഞ സലഫി മൻഹജിൻ്റെ ആളാണ് എന്ന് പറയുകയും സ്വഭാവത്തിലും പെരുമാറ്റത്തിലുമൊക്കെ വളരെ മോശമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നവർ സലഫി മൻഹജിനെ ജനങ്ങൾക്ക് മുമ്പിൽ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നമാ ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്. റിസാലത്തിൻ്റെ മഹനീയ ലക്ഷ്യങ്ങളിലൊന്ന് സ്വഭാവത്തിൻ്റെ പൂർത്തീകരണമാണ്. സൽസ്വഭാവിയായിരിക്കണം അഹ്ലുസുന്നയുടെ ആൾ. വാക്കിലും നോക്കിലും പ്രവൃത്തിയിലും അടക്കത്തിലും ഒതുക്കത്തിലും എല്ലാ മേഖലകളിലും ആ ഒരു സുംത്ത് പ്രകടമാകണം. ആ ഒരു വിനയവും താഴ്മയും എളിമയും എല്ലാം പ്രകടമാകണം. അത് ഈമാനിൻ്റെ ഭാഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്നത് യഥാർത്ഥത്തിൽ ഉലമാക്കൾ പറയുന്നത് അത് തന്നെയാണ് ഇസ്ലാം എന്നാണ്. അല്ലാതെ അത് ഇസ്ലാമിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന മറ്റൊരു സമാന്തര വഴിയുടെ പേരല്ല. അത് യഥാർത്ഥ ഇസ്ലാമിന് നൽകപ്പെട്ട മറ്റൊരു പേരാണെന്ത്? അഹ്ലുസുന്നത്തി വൽ ജമാഅ. അങ്ങനെ ഒരു പേര് നൽകപ്പെടാനുള്ള കാരണം, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അത് വിശദീകരിക്കാനുള്ള കാരണം പോലും എന്താണ്? യഥാർത്ഥ ഇസ്ലാമിൽ നിന്ന് 72ഓളം കക്ഷികൾ വിഭജിച്ച് ഭിന്നിച്ചു പോകും. അപ്പോൾ പിന്നെ ഓരോ ആളുകളും ഒരു പക്ഷേ തെറ്റിദ്ധരിച്ചേക്കാം. ഇപ്പോൾ ഷിയാക്കളെ കണ്ട ഒരു വിഭാഗം വിചാരിക്കുകയാണ്, പല ആളുകളും അങ്ങനെ ധരിച്ചിട്ടുണ്ട്, സൂഫികളാണ് യഥാർത്ഥ മുസ്ലിമീങ്ങൾ. അങ്ങനെ ഒരു ടീം തെറ്റിദ്ധരിച്ചാൽ എന്ത് ചെയ്യും? ഖവാരിജികളാണ് യഥാർത്ഥ മുസ്ലിമീങ്ങൾ, ഖദരിയാക്കളാണ് യഥാർത്ഥ മുസ്ലിമീങ്ങൾ, അശ്അരി തരീഖത്തിൻ്റെ ആളുകളാണ് യഥാർത്ഥ മുസ്ലിമീങ്ങൾ എന്ന് സമൂഹം തെറ്റിദ്ധരിച്ചാൽ എന്ത് ചെയ്യും? അത്തരമൊരു സാഹചര്യത്തിൽ യഥാർത്ഥ ഇസ്ലാമിൽ നിന്ന് ഭിന്നിച്ചു പോവുകയും എന്നാൽ അവരാണ് ഇസ്ലാമിൻ്റെ ആളുകൾ എന്ന് ലോകവും അവരും തെറ്റിദ്ധരിക്കുകയും ചെയ്യുമ്പോൾ ഇതല്ല യഥാർത്ഥ ഇസ്ലാം, ഇന്നതാണ് എന്ന് പറയാനുള്ള പേര് മാത്രമാണെന്ത്? അഹ്ലുസുന്നത്തി വൽ ജമാഅ. ഇല്ലായിരുന്നെങ്കിൽ ഇസ്ലാം എന്ന് തന്നെ മതി. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാം എന്നല്ലേ ഖുർആൻ ഉപയോഗിച്ചത്. പക്ഷേ അഹ്ലുസുന്നത്തി വൽ ജമാഅ പ്രസക്തമായി തീരുന്നത് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഉമ്മത്ത് വിഘടിക്കപ്പെടുമ്പോൾ,
ഭിന്നിക്കുമ്പോൾ, ശരിയായ റൂട്ടിൽ നിന്ന് തെറ്റുമ്പോൾ, ആരാണ് ശരിയായ റൂട്ടിൽ എന്ന് സ്ഥാപിക്കാൻ വേണ്ടി പ്രവാചകൻ കാണിച്ച അടയാളമാണ് മാ അന അലൈഹിൽ യൗമ വ അസ്ഹാബി. യഥാർത്ഥത്തിൽ അതാണ് യഥാർത്ഥ ഇസ്ലാം. ആ ഇസ്ലാമിൻ്റെ എന്തെല്ലാം നന്മകളുണ്ടോ അതൊക്കെ അഹ്ലുസുന്നയുടെ ആളുകളിൽ കാണപ്പെടണം. അതല്ലാതെ ഏത് വിഷയത്തിലും ഇസ്ലാമിൻ്റെ ഒരു ധാർമ്മികതയും കാത്തു സൂക്ഷിക്കാതെ, സത്യസന്ധതയില്ലാതെ, കച്ചവടത്തിലും മറ്റെല്ലാറ്റിലും ഹറാമുകളെല്ലാം ചെയ്തിട്ട് ഈ ഒരു വിഷയത്തിൽ മാത്രം ഏതെങ്കിലും ഒരു സംഘടനയുടെ ഭാഗമായി നിന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ സലഫിയായി അഹ്ലുസുന്നയുടെ ആളായി അറിയപ്പെട്ടുകൊള്ളും, അത് മതിയാകും എന്ന് ഒരിക്കലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ കരുതരുത്. അത് തെറ്റാണ്. അതുകൊണ്ട് സ്വഭാവങ്ങൾ നമ്മൾ നന്നാക്കി തീർക്കണം. അത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു മൻഹജാണ്. എട്ടാമത്, ഒരു കാരണവശാലും ഇസ്ലാമിക ഭരണകൂടത്തിനെതിരെയോ ഭരണാധികാരികൾക്കെതിരെയോ ഇറങ്ങിപ്പുറപ്പെടാൻ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആളുകൾക്ക് പാടില്ലാത്തതാണ്. അത് ഖവാരിജികളുടെ സ്വഭാവമാണ്. ഇസ്ലാമിൽ നിന്ന് ഏറ്റവും ആദ്യം പുറത്തേക്ക് പോയ ഫിർഖത്തിൻ്റെ കക്ഷി ഖവാരിജികളാണ്. ഖവാരിജികളുടെ സ്വഭാവം, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സിഫത്ത്, ഒന്ന് മുസ്ലിമീങ്ങളെ തക്ഫീർ ചെയ്യുക, രണ്ടാമത്തത് ഭരണാധികാരികൾക്കെതിരിൽ ഇറങ്ങിപ്പുറപ്പെടുക. പല ആളുകളും ധരിച്ചിട്ടുള്ളത് അങ്ങനെ ഭരണകൂടത്തിനെതിരിൽ ഇറങ്ങിപ്പുറപ്പെടുന്നത് ആയുധവുമായിട്ടുള്ള ഇറങ്ങലാണ്. വാളെടുക്കണം, തോക്കെടുക്കണം, സമരം ചെയ്യണം, കല്ലെറിയണം. എന്നാൽ അറിയുക, അതിനേക്കാൾ ഗൗരവപ്പെട്ടതാണ് അൽ ഖുറൂജു അലൽ ഹാക്കിമി ബിൽ ലിസാൻ. നാവ് കൊണ്ട് ഖുറൂജ് ചെയ്യരുത്. എന്താ നാവ് കൊണ്ടുള്ള ഖുറൂജ് എന്ന് പറഞ്ഞാൽ? ഭരണാധികാരികൾക്കെതിരിൽ സംസാരിക്കലാണത്. ഖവാരിജികളുടെ ആദ്യത്തെ ആയുധം എന്തായിരുന്നു? നാവാണ്. ആ ഭരണാധികാരി അങ്ങനെയല്ലേ, ഈ ഭരണാധികാരി ഇങ്ങനെയാണ്, എന്താണ് അയാൾ അങ്ങനെ തീരുമാനിച്ചത്, എന്താണ് ഈ നാട്ടിൽ ഇങ്ങനെ, ഈ സംസാരം തന്നെ പാടില്ല. പബ്ലിക്കിലും പാടില്ല, രഹസ്യമായും പാടില്ല. കാരണം അത് ദീനിൻ്റെ ഭാഗമാണ്. അത് ദീനിൻ്റെ ഭാഗമാണ്. കാരണം വാളിനേക്കാൾ വലിയ ആയുധമാണ് നാവ്. നാവ് കൊണ്ടാണ് ആദ്യം മനസ്സിനെ പാകപ്പെടുത്തുന്നത്. ഇങ്ങനെ പാകപ്പെടുത്തി ഒരു നാട്ടിലെ ഭരണകൂടത്തിനെതിരിൽ അല്ലെങ്കിൽ ഒരു രാജ്യത്തിലെ ഭരണാധികാരികൾക്കെതിരിലുള്ള ചിന്തകൾ മനസ്സിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വാളുകൊണ്ട് ഇറക്കാൻ എളുപ്പമായി. ആദ്യം പാകപ്പെടുത്തുന്ന പണി എന്തുകൊണ്ടാണ്? നാവ് കൊണ്ടാണ്. അങ്ങനെ നാവ് കൊണ്ട് ഒരു തരം വെറുപ്പ് മനസ്സിൽ ഉൽപ്പാദിപ്പിച്ച് എല്ലാവരുടെ മനസ്സിലും ഈ ചിന്തട്ട് കഴിഞ്ഞാൽ നാളെ ഒരു സുപ്രഭാതത്തിൽ നിങ്ങളുടെ കൈകളിൽ ആയുധം തന്ന് ഇറങ്ങിക്കോ എന്ന് പറഞ്ഞാൽ അവർ ഇറങ്ങും. ഇത് ഞാൻ പറയാനുള്ള കാരണം, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ മൻഹജിനെ പിൻപറ്റുന്ന ആളുകൾ അവരുടെ ഗ്രൂപ്പുകളിലും വാട്സപ്പ് ഗ്രൂപ്പുകളിലും മറ്റുമൊക്കെ സംസാരിക്കുന്നിടത്ത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ മൻഹജിനെ മറന്നിരിക്കുന്നു. അപ്പോൾ നാട്ടിൽ നടക്കുന്ന വിഷയങ്ങളിലും ഓരോ രാജ്യങ്ങളിലും നടക്കുന്ന പ്രശ്നങ്ങളിലും കിബാറുകളിൽപ്പെട്ട പണ്ഡിതന്മാരെ ഫോളോ ചെയ്യുക, അവർ പറയുന്നിടത്ത് നിൽക്കുക. അതിനപ്പുറത്ത് ഒരു ചർച്ചയുടെയും ആവശ്യം മുസ്ലിം ഉമ്മത്തിനില്ല. നമ്മെക്കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത വിഷയത്തിൽ എന്തുകൊണ്ടാണ് നാവിനെ അതിലിട്ടിട്ട് ഫിത്ന ഉണ്ടാക്കുന്നത്? നിങ്ങളുടെ അഖീദയിൽ ഫിത്ന സംഭവിക്കും, മൻഹജിൽ ഫിത്ന സംഭവിക്കും. അതിലൂടെ അറിയാതെ പിഴച്ച, അതിരൂക്ഷമായ നിലക്ക് തന്നെ പിഴച്ച ഗ്രൂപ്പിലേക്കാണ് പോവുക. അത്തരം ചർച്ചകൾ ഉപേക്ഷിക്കണം. അത് പാടില്ല. ഇസ്ലാമിൽ അത് പാടില്ല. അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച സുന്നത്തിൽ അത് പാടില്ല. ആയുധം കൊണ്ട് മാത്രമല്ല ഇറങ്ങലല്ല, നാവ് കൊണ്ടും പാടില്ല. മിണ്ടാതിരിക്കുക. ഓരോരുത്തരും അവനവൻ്റെ കാര്യം ചെയ്യുക. ഏതൊരു കാര്യവും ചർച്ച ചെയ്യാൻ അതിൻ്റേതായ ബോഡികളുണ്ട്, അവർ ചർച്ച ചെയ്താൽ മതി. ഒരു രാജാവ് ചിന്തിക്കേണ്ടത് രാജാവ് ചിന്തിച്ചാൽ മതി, നമ്മൾ ചിന്തിക്കേണ്ടതില്ല. നമ്മൾ ചിന്തിച്ച് ബേജാറാവേണ്ട ആവശ്യവുമില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട മൻഹജാണ്. മൻഹജിൻ്റെ എല്ലാ കിതാബുകളിലും ഇത് വിശദീകരിച്ചിട്ടുണ്ട്. ആദ്യത്തെ വഴിപിഴവ്, ഖവാരിജികളുടെ വഴിപിഴവ്, ഈ നിലയ്ക്ക് ഇസ്ലാമിക ഭരണാധികാരികൾക്കെതിരിലും ഭരണകൂടത്തിനെതിരിലും ചിന്തിക്കുക എന്നുള്ളതാണ്, പറയുക എന്നുള്ളതാണ്. അതിന് തടയിട്ടേ മതിയാകൂ. അത്തരം കാര്യങ്ങൾ നമുക്ക് പാടില്ല. ഒമ്പതാമത്തത്, ഞാൻ 10 കാര്യങ്ങളാണ് പറയുക. ഒമ്പതാമത്തത്, അഹ്ലുസുന്നയുടെ ആളുകളോട് പ്രത്യേകിച്ചും പൊതുജനങ്ങളോടും സൗമ്യമായ പെരുമാറ്റം, റിഫ്ഖ് എന്നുള്ളത് അഹ്ലുസുന്നയുടെ പ്രത്യേകതയായിരിക്കണം. അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറഞ്ഞാൽ കേൾക്കുമ്പോഴേക്ക് തന്നെ കടിച്ചു കീറുന്നൊരു വിഭാഗം, തീവ്ര സ്വഭാവമുള്ളവർ, വൈകാരികമായ ഏത് വിഷയത്തിലും ഇടപെടുന്നവർ, ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത, അടുക്കാൻ പറ്റാത്ത സ്വഭാവക്കാർ, അങ്ങനെ ആവാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയല്ലേ അഹ്ലുസുന്നയുടെ ഏറ്റവും വലിയ നേതാവ്? ആരാണെന്ന് ചോദിച്ചാൽ അള്ളാഹുവിൻ്റെ റസൂലല്ലേ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്നത് എന്താണ്? വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. ലോകത്തിന് മുഴുവൻ കാരുണ്യമായിട്ടാണ് നബിയെ താങ്കൾ നിയോഗിച്ചത് എന്ന്. വലൗ കുൻത ഫല്ലൻ ഗലീദൽ ഖൽബി ലൻഫദ്ദു മിൻ ഹൗലിക്. താങ്കൾ പരുഷ സ്വഭാവിയും കഠിന ഹൃദയനുമായിരുന്നെങ്കിൽ താങ്കളുടെ ചുറ്റിൽ നിന്ന് ആളുകൾ അകന്നു പോകുമായിരുന്നു. സ്വഭാവം കൊണ്ട് ആളുകളെ അകറ്റുന്ന പണി ഒരിക്കലും അഹ്ലുസുന്നയുടെ ആളുകൾക്ക് ഉണ്ടാവരുത്. അവർ റിഫ്ക് കാണിക്കട്ടെ. കാരണം ആളുകൾ അറിവില്ലാത്തവരാണ്. മഹാഭൂരിപക്ഷത്തിനും ഈ ദീനിനെക്കുറിച്ച് അറിയാത്തവരാണ്. പല നിലക്കുമുള്ള തെറ്റിദ്ധാരണയിൽ ജീവിക്കുന്നവരാണ്. പല പ്രസ്ഥാനങ്ങളിലും അകപ്പെട്ട് ആ നേതാക്കളൊക്കെ പറയുന്നതാണ് ശരിയെന്ന് വിചാരിക്കുന്നവരാണ്. ഒരുപാട് നാട്ടുനടപ്പ് കണ്ടവരാണ്. ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് തെറ്റിദ്ധാരണയിലുള്ള ഒരു മനുഷ്യനെ ഏറ്റവും നല്ല രൂപത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ടും ഏറ്റവും നല്ല പെരുമാറ്റത്തിലൂടെയുമാണ് നാം അവരെ കൈകാര്യം ചെയ്യേണ്ടത്. എന്നാൽ അഹ്ലുസുന്നയിൽ നിന്ന് പിഴച്ചു പോയവർ പോകട്ടെ, അഹ്ലുസുന്നയുടെ ഉള്ളിലുള്ള ആളുകൾ പോലും ചെറിയ ചെറിയ വിഷയങ്ങളുടെ പേരിൽ എത്ര കടുത്ത ശത്രുത വെച്ച് പുലർത്തുകയാണ്. വളരെ വലിയ ശത്രുത വെച്ച് പുലർത്തുന്നു. ആളുകളെ തമ്മിൽ അകറ്റുന്നു. അവർക്ക് ഇൽമില്ല, ഇവർക്ക് ഇൽമില്ല, അവരുടെ കൂടെ പോകരുത്, ഇവരുടെ കൂടെ പോകരുത്. അവരുടെ ജീവിതത്തിലുള്ള മൈന്യൂട്ടായ അബദ്ധങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇത് ചൂണ്ടിക്കാണിക്കാനായിട്ടൊരു പ്രസ്ഥാനമായി മാറുക. എന്നിട്ട് അവനവനെ ഏറ്റവും വലിയ പരിശുദ്ധമായൊരു സ്ഥാനത്തിരുത്തുക. എന്നിട്ട് ബാക്കിയുള്ളവരെല്ലാം നിരീക്ഷിക്കുന്ന മിർസാദിൻ്റെ സ്ഥാനത്തിരുന്നു കൊണ്ട് നിരീക്ഷിച്ച് ഓരോ അബദ്ധങ്ങളും ചൂണ്ടിക്കാണിച്ചിട്ട് ആളുകൾക്കിടയിൽ വെറുപ്പും വിദ്വേഷവും പ്രചരിപ്പിക്കുക. അത്തരത്തിലുള്ള ആളുകൾ അഹ്ലുസുന്നയുടെ ആളുകളല്ല എന്ന് മനസ്സിലാക്കണം. അതേപോലെ തന്നെ പൊതുസമൂഹത്തോടും അങ്ങേയറ്റത്തെ ഗുണകാംക്ഷ വേണം. സത്യനിഷേധികളായ അമുസ്ലിമീങ്ങളായ ആളുകളോട് ഏറ്റവും നല്ല മുആമലത്തുണ്ടായിരിക്കണം. ഇന്ന് ജീവിച്ചിരിക്കുന്ന സൗദി അറേബ്യയിലെ വലിയ പണ്ഡിതനായ ഷെയ്ഖ് സാലിഹുൽ ഉസൈമി ഹഫിളഹുല്ലാഹ്, അദ്ദേഹം തൻ്റെ പ്രഭാഷണത്തിൽ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. അത് സൂചിപ്പിക്കാനുള്ള കാരണം, ചില ആളുകൾ വലാ ബറാഇൻ്റെ പേര് പറഞ്ഞിട്ട്, വലാ അതല്ലെങ്കിൽ ബറാ എന്ന് പറഞ്ഞാൽ ഒരു അമുസ്ലിമിനെ കാണാതിരിക്കുക, അയാളോട് മിണ്ടാതിരിക്കുക, അയാളെ തൊട്ടടുത്തിരിക്കാതിരിക്കുക, അയാളെ കൂടെ നടക്കാതിരിക്കുക, അയാൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യാതിരിക്കുക, ഇതൊക്കെയാണ് ഇസ്ലാമിലെ ബറാ എന്ന് പറഞ്ഞിട്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന ചില ആളുകളെ കാണാം. അദ്ദേഹം പറയുന്നത്, പ്രിയപ്പെട്ടവരെ, ഒരു അമുസ്ലിമിനോട് ഏറ്റവും നന്നായി പെരുമാറുന്നത് ബറാഇനെതിരല്ല, മറിച്ച് ബറാഅത്ത് എന്ന് പറഞ്ഞാൽ അവരുടെ ആദർശത്തിൽ നിന്നും അവരുടെ മൻഹജിൽ നിന്നും ബറാഅത്ത് പ്രഖ്യാപിക്കലാണ്. അവരുടെ മൻഹജ് ഞങ്ങൾക്ക് പറ്റൂല, വിഗ്രഹാരാധന കഴിയില്ല, ഏതെങ്കിലും നിലക്കുള്ള ബഹുദൈവാരാധന സാധ്യമല്ല, ബഹുദൈവാരാധനയെ പ്രൊമോട്ട് ചെയ്യുന്ന ആഘോഷങ്ങളിൽ ഞങ്ങൾ പങ്കെടുക്കില്ല, അതിന് ഞങ്ങൾ ആശംസ നേരില്ല. അതാണ് ബറാഅത്ത്. എന്നാൽ അതേ സമയത്ത് അവരോട് മാന്യമായി പെരുമാറലും മനുഷ്യരോട് കാണിക്കേണ്ടുന്ന രൂപത്തിലുള്ള ഏതെല്ലാം പെരുമാറ്റങ്ങളുണ്ടോ അതൊക്കെ അവരോടാവാമെന്ന വിഷയത്തിൽ കിബാറുകളിൽപ്പെട്ട പണ്ഡിതന്മാർക്ക് സംശയമല്ല. എന്നാൽ ഏതെങ്കിലും ഒരു കിതാബ് എവിടെന്നെങ്കിലും വായിക്കുമ്പോഴേക്ക് പിന്നീട് ഇസ്ലാം പഠിപ്പിക്കുന്ന ബറാ എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമിനെ കണ്ണുകൊണ്ട് തന്നെ കണ്ടുകൂടാ, അയാളോട് സംസാരിച്ചുകൂടാ, മിണ്ടിക്കൂടാ, അടുത്തിരുത്തിക്കൂടാ, സ്റ്റേജിലേക്ക് കൊണ്ടുവന്നുകൂടാ, സംസാരിപ്പിച്ചുകൂടാ, യാതൊരു ദലീലുമില്ലാത്ത കാര്യമാണ്. സൗമ്യമായ പെരുമാറ്റവും മാന്യമായ സമീപനങ്ങളും സമൂഹത്തെ മൊത്തത്തിൽ ഉൾക്കൊള്ളാനുള്ള ഹൃദയവിശാലതയുമാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ മൻഹജ്. അതല്ലാതെ മുഴുവൻ ആളുകളോടും ഒരുതരം എന്തോ ഒരു ഗൗരവമുള്ള സ്വഭാവം വെച്ചു പുലർത്തി ജനങ്ങളെ തങ്ങളിൽ നിന്ന് ആട്ടി അകറ്റുന്ന രീതിശാസ്ത്രത്തിൻ്റെ പേരല്ല അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് മനസ്സിലാക്കുക. അഖീറൻ, അവസാനമായി 10ാമത്തെ പോയിന്റ്, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആളുകൾ ഏറ്റവും അധികം ഖുർആനിനെയും ഹദീസിനെയും ജീവിതത്തിൽ അമലാക്കുന്നവരായിരിക്കണം. കാരണം നമ്മൾ പറഞ്ഞു അഹ്ലുസുന്ന എന്ന് പറഞ്ഞാൽ നബിയുടെ ചര്യയാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ നമസ്കാരം എങ്ങനെയായിരുന്നു? അതേപോലെ നമസ്കരിക്കുന്ന, അല്ലെങ്കിൽ അതിനോട് സാമ്യതയെങ്കിലും പുലർത്തുന്ന, സാധിക്കാവുന്നത്ര അത്തരം സുന്നത്തുകളെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കേണ്ടതില്ലേ? ബിദ്അത്തുകളെ എതിർക്കുന്നിടത്ത് മാത്രമല്ല, മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, വലാകിന്നാ നത്തബിഉ സുന്നത ഫിഅലൻ ഔ തർക്കാ, ഞങ്ങൾ സുന്നത്തിനെ ഫോളോ ചെയ്യുന്നത് റസൂൽ ചെയ്തത് ചെയ്തുകൊണ്ടും ചെയ്യാത്തത് ഉപേക്ഷിച്ചുകൊണ്ടുമാണ്. ചെയ്യാത്തത് ഉപേക്ഷിക്കുന്നത് മാത്രമാണ് പലരും ശ്രദ്ധിച്ചത്. എന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽ ചെയ്തത് ചെയ്യുന്നിടത്ത് അഹ്ലുസുന്ന ആവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം.
നോമ്പിൻ്റെ കാര്യത്തിൽ, നമസ്കാരങ്ങളുടെ കാര്യത്തിൽ, മറ്റു ഇബാദത്തുകളിൽ, അദ്കാറുകൾ വർദ്ധിപ്പിക്കുന്നതിൽ, ഖിറാഅത്തുൽ ഖുർആൻ, ഖുർആനിൻ്റെ പാരായണത്തിൽ, സദഖ ചെയ്യുന്നതിൽ, ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിൽ തുടങ്ങി ഒട്ടനവധി വിഷയങ്ങളിൽ റസൂലിൻ്റെയും സഹാബത്തിൻ്റെയും മൻഹജിനെ നമ്മൾ പിൻപറ്റുന്നുണ്ടോ? മഹാന്മാരായ സഹാബികൾ ആരാധനയുടെ വിഷയത്തിൽ എങ്ങനെയായിരുന്നു എന്ന് അവരുടെ ചരിത്രം നമുക്ക് മനസ്സിലാക്കി തരുന്നില്ലേ? അവർ ആലിമീങ്ങളായിരുന്നു, ആബിദുകളുമായിരുന്നു. രാവു പകൽ ഒരുപോലെ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്തവരായിരുന്നു, അള്ളാഹുവിനെ ഭയപ്പെട്ടവരായിരുന്നു. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അള്ളാഹുവിനെ ഭയപ്പെടുന്നത് അവൻ്റെ അടിമകളിൽ ഇൽമുള്ള ആളുകളാണ്. ആ ഇൽമ് സ്വാഭാവികമായും ഉണ്ടാക്കി തീർക്കുന്ന ഖൗഫ്, അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി, അതവരുടെ ജീവിതത്തിൽ ഉടനീളം കാണാമായിരുന്നു. അവരുടെ എല്ലാ മുആമലാത്തുകളിലും ഈ പടച്ച റബ്ബിനെ കുറിച്ചുള്ള ആ പേടി ഉണ്ടായിരുന്നു. ആ ഒരു ഖശിയത്ത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ? ഇബാദാത്തുകളിൽ നമ്മൾ കുറവ് വരുത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആളുകൾ ആബിദുകളായിരിക്കണം, ദിക്റിൻ്റെ ആളുകളായിരിക്കണം, ഖുർആൻ പാരായണത്തിൻ്റെ ആളുകളായിരിക്കണം, ഇൽമിൻ്റെ മജ്ലിസുകളിൽ പങ്കെടുക്കുന്നവരായിരിക്കണം, ധാരാളമായി ഇൽമ് നേടാൻ ശ്രമിക്കുന്ന ആളുകളായിരിക്കണം. ഈ നിലക്ക് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ നമ്മൾ മനസ്സിലാക്കുക. ചുരുങ്ങിയ സമയത്ത് ഉള്ള ഒരു ചെറിയ വിശദീകരണം മാത്രമാണ് നിർവഹിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ അഹ്ലുസുന്നത്തി വൽ ജമാഅ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വളരെ വലിയ ദൈർഘ്യമേറിയ വിഷയങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ശരിയായ നിലക്ക് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ മൻഹജിനെ മനസ്സിലാക്കുവാനും അതിനെ ഫോളോ ചെയ്ത് വിജയം വരിക്കുവാനുമുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.